ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഈ ആഴ്ചത്തേക്കുള്ള അനുഗ്രഹത്തിനും വഴിനടത്തിപ്പിനുമായിട്ടും കർത്താവേ, നിൻ്റെ സന്നിധിയിൽ ഈ സമയത്ത് വന്നിരിക്കുന്ന ഈ നിമിഷത്തിൽ നിൻ്റെ കൃപകളെ പ്രാപിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ വിചാരിക്കുന്നതിലും ഭാഗ്യമേറിയ നിമിഷങ്ങളാണ് ഇവ. കർത്തൃസന്നിധിയിൽ അവൻ്റെ കാൽക്കീഴെ ഇരുന്നുകൊണ്ട് വെറുതെ ഇരുന്നാൽ തന്നെ ശ്രേഷ്ഠകരമായ അവസ്ഥയാണ്. പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും കർത്താവിൻ്റെ അടുക്കൽ എത്തുകയില്ല. നമ്മളിവിടെ ആയിരിക്കുന്നതിൻ്റെ കാരണം പിതാവാം ദൈവമാണ്. പിതാവാം ദൈവം കർത്താവിലേക്ക് നിങ്ങളെ അടുപ്പിച്ചിരിക്കുന്നു. അടുത്തുണ്ടായിരിക്കുന്ന പലർക്കും ഇവിടെ വന്നിരിക്കുവാനുള്ള ഒരു ക്ഷമയോ ആ ഭാഗ്യാവസ്ഥയുടെ ശ്രേഷ്ഠതയോ മനസ്സിലാകാതിരിക്കുമ്പോൾ ദൂരത്തു നിന്ന് നിങ്ങളിവിടെ ആയിരിക്കുന്നതിൽ കർത്താവ് അത്യധികം സന്തോഷിക്കുന്നു. അതുകൊണ്ട് ദൈവിക രഹസ്യങ്ങളെ പറഞ്ഞു തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് ജ്ഞാനവും വിവേകവും വർദ്ധിക്കണം. എന്താണ് ജ്ഞാനം, എന്താണ് വിവേകം? ജ്ഞാനത്തിൽ കൂടിയാണ് വിവേകം വരുന്നത്. ഞങ്ങൾ ജ്ഞാനവും വിവേകവും വർദ്ധിപ്പിച്ചു തരണമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നതിൻ്റെ കാര്യം, വിവേകം എന്ന് പറയുന്നത് മാനുഷികവുമാകാം ദൈവികവുമാകാം. എന്നാൽ ജ്ഞാനം, പരിജ്ഞാനം ദൈവത്തിൽ നിന്ന് മാത്രമാണ്. പരിജ്ഞാനത്തിൽ കൂടിയാണ് വിവേകത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ശരി തെറ്റുകൾ ഏതെന്ന് വിവേചിച്ചറിയുവാനുള്ള ജ്ഞാനബുദ്ധി, ശരിയിൽ തന്നെ ശരികേടുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുവാനുള്ള ദൈവിക ജ്ഞാനം, അതാണ് ആദ്യം ലഭിക്കേണ്ടത്. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, ഉയരത്തിൽ നിന്നൊരു ജ്ഞാനമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നാമത് നിർമ്മലതയും പിന്നെ സമാധാനവും സാവധാനതയും ഉള്ളതാണ്. അങ്ങനെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിപ്പാനായിട്ട് കർത്തൃസന്നിധിയിലായിരിക്കുന്ന നിങ്ങൾ ഭാഗ്യമുള്ളവരാകുന്നു എന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കുവാനായിട്ട് പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ കാൽപ്പാദത്തിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, ഓരോ ദിവസവും കഴിയും തോറും നിന്നിലേക്ക് വന്നണയുവാനാണെന്ന് ബോധ്യമില്ലാതെ എൻ്റെ ബലഹീനതകളെ ന്യായീകരിക്കുന്നതിൽ എന്നെ വിടുവിക്കണമേ. കർത്താവെ, ഓരോ ദിവസവും ഓരോരോ പാപങ്ങളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും അകന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഒന്നും സാധ്യമാകുന്നില്ല എന്നതോർത്ത് എൻ്റെ ഉള്ളം ചഞ്ചലപ്പെടുന്നു. കർത്താവെ, എൻ്റെ ബലഹീനതയിൽ നിന്റെ ശക്തി തെളിഞ്ഞ് ഞാൻ അതിനെ ധൈര്യത്തോടെ തോൽപ്പിക്കുകയും പിന്നീട് ഒരിക്കലും അതെന്നെ വേട്ടയാടാതെ വണ്ണം എന്നെ ശക്തീകരിക്കുകയും ചെയ്യണമേ. കർത്താവെ, അതിനായി ഞാൻ ഇപ്പോൾ തീരുമാനമെടുക്കുന്നു. നിന്റെ രഹസ്യങ്ങളെ എന്നിലേക്ക് പകർന്നു തരണമേ. എനിക്ക് ഒറ്റയ്ക്ക് ഒന്നിനെ നേരിടുവാൻ സാധിക്കുന്നില്ല. വിവിധ തരങ്ങളിലുള്ള പാപത്തിൻ്റെ ബന്ധനത്തിൽ ഞാൻ പോലും അറിയാതെ ഞാൻ അകപ്പെട്ടിരിക്കുന്നു. അത് സൂക്ഷ്മമായി കാണുവാൻ സൃഷ്ടാവായ ദൈവമേ, അവിടത്തേക്ക് മാത്രമേ സാധിക്കുകയുള്ളല്ലോ. രുചിഭേദങ്ങളുടെ കെണിയിൽ ഞാൻ അകപ്പെട്ടിരിക്കുന്നു. നിന്റെ കണ്ണ് നിന്നെ കിളർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്ന് എറിഞ്ഞു കളയുക. 2 കണ്ണുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് നിനക്ക് നല്ലത് എന്ന് അരുളി ചെയ്തവനെ, എൻ്റെ ശരീരത്തിന് ഇടർച്ച വരുത്തി എന്നിലെ സ്വർഗരാജ്യത്തെ തകർക്കുന്ന എല്ലാ വ്യാപാരങ്ങളെയും നിന്റെ കുരിശിനാൽ ഞാൻ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം ക്രിസ്തുവിനോടുള്ള ലഹരിയിൽ ഞാൻ മതിമറക്കുമാറാകണമേ. കർത്താവെ, നിന്റെ കൃപയിലും കരുണയിലും ഞാൻ ആശ്രയിക്കുന്നു. ഭാവിയായ എന്നോട് കരുണ ചെയ്ത് എൻ്റെ സ്വേച്ഛ വിചാരങ്ങളെയും ലോക രുചികളെയും ഞാൻ ജയിക്കുമാറാകണമേ. ആമീൻ. കർത്താവിൽ അനുഗ്രഹീതരെ, അനുഗ്രഹീതമായ ഒരു ദിവസത്തിലൂടെ നമുക്ക്
കർത്താവ് കനിഞ്ഞരുളി എൻ്റെ വചനങ്ങളെ ഗ്രഹിക്കുവാനുള്ള ഭാഗ്യം തന്നതിനാൽ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് ഇനിയുമുള്ള മുമ്പോട്ടുള്ള ദിവസങ്ങൾ വിശുദ്ധ ദിവസങ്ങളായിട്ട് സഭ ക്രമീകരിച്ചു വച്ചിരിക്കുകയാണ്. അതിനായിട്ട് നമ്മളെ വചനത്തിലൊരുക്കി പാപത്തിൽ നിന്നും അകന്നു നിൽക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ സൂക്ഷിച്ച് നമ്മുടെ ശരീരത്തെയും ക്രമപ്പെടുത്തുവാനായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട് ജീവിക്കേണ്ടവരാകുന്നു. വിവിധതരം വ്യാധികളും പാപത്തിൻ്റെ ബന്ധനങ്ങളിലും അടിമപ്പെട്ട് കഴിയുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നലെയും കൂടി മൈലപ്ര ആശ്രമത്തിൽ കുറച്ച് പേർ എൻ്റെ അടുത്ത് വന്നിട്ട് പ്രത്യേകതരമായ പ്രതിസന്ധികളിലും ഭാരങ്ങളിലും വലയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോകം തിന്മയുടെ ഒരു ബന്ധനത്തിലാണ്. പിശാച് ജഡത്തിലൂടെയാണ് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്നത്. ജഡീകമായ ആസക്തികൾ ഭോഗേച്ഛകളായിട്ട് മാറിയിട്ട് അതിൽ വീണു പോകുന്നത് ആത്മീയർ പോലും തിരിച്ചറിയുകയില്ല. കർത്താവെ, ഭോഗേച്ഛകളിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇത് ഈ ജഡീക ആസക്തികളിൽ മുഴുകിയിരിക്കുന്നവരുടെ പ്രത്യേകമായ ശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്നാണ് നമ്മുടെ വിചാരം. പൗലോസ്ലീഹ ഇന്ന കാര്യങ്ങൾ പ്രമാണിക്കുന്നവർ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് അത്യാഗ്രഹികൾ, വിഗ്രഹാരാധികൾ എന്ന് പറയുന്ന ഒരു ലിസ്റ്റിനകത്ത് ഒരു പ്രത്യേക കാര്യമുണ്ട്: സ്വയംഭോഗികൾ. ഈ സ്വയംഭോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വിചാരം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പാപം മാത്രമാണ് എന്നുള്ളതാണ്. സ്വയംഭോഗം എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് ഭോഗിക്കുക എന്നാണ് അർത്ഥം. എന്നാൽ നമ്മളിതിനെ കണ്ടിരിക്കുന്നത് ലൈംഗികമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണ് എന്നാണ്. പിതാക്കന്മാർ അങ്ങനെയല്ല അതിനെ കാണുന്നത്. സ്വയം ഭോഗം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന അനാവശ്യമായ എല്ലാ സുഖങ്ങളും സ്വയം ഭോഗമാണ്. നമ്മൾ ഭോഗിക്കുകയാണ്. ആർഭാടപരമായ ജീവിതം സ്വയംഭോഗമാണ്. രുചിക്ക് അടിമപ്പെട്ടിരിക്കുന്നത് സ്വയംഭോഗമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ട് രസിക്കുന്നത് സ്വയംഭോഗമാണ്. ആവശ്യമില്ലാതെ കേൾക്കുന്ന കാര്യങ്ങളിൽ തിന്മയുടെ വ്യാപാരത്തിൽ സന്തോഷിക്കുന്നത് സ്വയംഭോഗമാണ്. അതുകൊണ്ട് നമ്മൾ വിവിധ തര കാര്യങ്ങളെപ്പറ്റി സൂക്ഷ്മമായി ജീവിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് അടുത്ത് എന്നെങ്കിൽ മാത്രമേ ഇത് കൃത്യമായി കർത്താവ് മനസ്സിലാക്കി തരികയുള്ളൂ. ദൂരെ നിന്ന് നോക്കുന്ന കാര്യങ്ങൾ ചെറുതായി തോന്നും. ദൈവത്തിൽ നിന്ന് അകന്നാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ വലിയ പാപങ്ങൾ പോലും ചെറുതായിട്ട് തോന്നും. സൂര്യൻ്റെ വലിപ്പം എത്രയാണെന്നറിയാമോ? സൂര്യൻ്റെ വലിപ്പം എത്രയാണെന്നറിയാമോ? നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ എത്ര വലിപ്പത്തിൻ്റെ അത്രയും വരും? ഭൂമി നമ്മുടെ മുമ്പിൽ വലിയൊരു ഗോളമാണ്. നമ്മൾ ഭൂമിയുടെ അടുത്ത് നിൽക്കുകയാണ്. സൂര്യൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ എത്ര പോർഷൻ വരും? ഒരു 0.0000000001 എന്ന തൽക്കാലം പറയാം. ചെറിയ അംശമേ ആകത്തുള്ളൂ. ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു 1,00,000 സൂര്യൻ ചേർത്ത് വെച്ചാലും ഭൂമിയുടെ വലിപ്പം വരില്ല എന്ന് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്.
എന്താണ്? 13 ലക്ഷം ഭൂമി ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ സൂര്യൻ്റെ വലിപ്പം എത്തത്തുള്ളൂ. എത്രയാണ്? 1 ലക്ഷമല്ല, 13 ലക്ഷം ഭൂമിയുടെ വലിപ്പമുള്ള ആ ഗോളങ്ങൾ ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ സൂര്യൻ്റെ വലിപ്പം എത്തത്തുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ സൂര്യനെ നമുക്ക് ഒരു ചെറിയ ഗോളം, എന്താണ്ട് ഈ ബൾബിൻ്റെ അത്രേ കാണുന്നുള്ളൂ. അപ്പോൾ ദൂരെ നിന്നാൽ വലിയ കാര്യങ്ങൾ ചെറുതായിട്ടേ തോന്നത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് അകന്നു നിന്നാൽ വലിയ പാപങ്ങൾ ചെറുതായിട്ടേ തോന്നത്തുള്ളൂ. അതൊരു പാപമാണെന്ന് തോന്നില്ല. എന്നാൽ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ചെറിയ നിസ്സാരം എന്ന് നമ്മൾ വിചാരിക്കുന്ന, പാപം എന്ന് പോലും നമ്മൾ കരുതിയിട്ടില്ലാത്ത പല കാര്യങ്ങളും വലിയ പാപങ്ങളായിട്ട് തോന്നും. ഇതാണ് വ്യത്യാസം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലണം, അതിന് ആകർഷണം കിട്ടണം. ആകർഷണം കിട്ടാൻ നമ്മൾ ആദ്യം ഒരു ഇനിഷ്യേറ്റീവ് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ ഒരാകർഷണം കിട്ടും. ഇപ്പോൾ ഒരു ഇരുമ്പ് കാന്തത്തിൻ്റെ അടുക്കലേക്കൊന്ന് ചെറുതായിട്ട് കൊണ്ട് ചെല്ലണം. ചെന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യും. അട്രാക്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, ആ ഇരുമ്പിന് കാന്തത്തിൻ്റെ എല്ലാ ശക്തി വ്യാപാരങ്ങളും ഉണ്ടാകുകയും ചെയ്യും. ഇതുപോലെയാണ് ക്രിസ്തുവിനോട് അടുത്ത് ചെല്ലുന്നവർ. കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു വാക്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നിൽ വിശ്വസിക്കുന്നവന് ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യം ചെയ്യുമെന്നാണ്. പക്ഷെ ആരാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മളിൽ കൂടി വൻ കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത് ചെന്ന് ഇരിക്കണം. അപ്പോൾ ഒരു ആകർഷണം കിട്ടും. അടുത്ത് ചെല്ലാൻ ഒരു ഇനിഷ്യേറ്റീവ്, ഒരു ബദ്ധപ്പാട്, ഒരു പ്രയാസം, ഒരു ശരീരത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, ദണ്ഡനം ആവശ്യമുണ്ട്. അപ്പോൾ വെളുപ്പിനെ എണ്ണീക്കുക, പ്രാർത്ഥിക്കുക. അത് ശരീരത്തെ നമ്മൾ ദണ്ഡിപ്പിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ശരീരം പറയും, ഉറങ്ങിക്കൊള്ളുവാൻ പറയും. അതിനെ തരണം ചെയ്ത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ശരീരത്തോട് ആജ്ഞാപിക്കുവാനുള്ള ജ്ഞാനവും വിവേകവും പിതാവിനാൽ ആകർഷിക്കപ്പെടുവാൻ വേണ്ടി നമ്മൾ ആ ഇനിഷ്യേറ്റീവ് എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ ആകർഷിക്കപ്പെടും. ആകർഷണം കിട്ടി, ശരീരത്തിന് ആകർഷണത്തിൻ്റെ കാന്തിക വ്യാപാരം അല്ലെങ്കിൽ ആ ആനന്ദം പിടികിട്ടിക്കഴിഞ്ഞാൽ ശരീരം തന്നെ കുറച്ച് കഴിയും പറയും, എഴുന്നേൽക്കാൻ പറയും, അല്ലെങ്കിൽ ശരീരം ഉറങ്ങിക്കൊള്ളാൻ പറയും. ഇങ്ങനെ വിവിധ കാര്യങ്ങളിൽ ലോകമോഹങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ ശരീരമാണ് നമ്മളെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ശരീരത്തോട് കൽപ്പിക്കുവാനും ആജ്ഞാപിക്കുവാനും ശരീരത്തെ നമ്മുടെ വരുതിയിൽ നിർത്തുവാനുള്ള ദൈവീയ കൃപ കിട്ടുക എന്ന് പറയുന്നത് എളുപ്പവുമല്ല. ഏത് വലിയ പരിശുദ്ധനും ശരീരത്തെ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ പരിശുദ്ധി വ്യാപരിക്കത്തില്ല. ഇനി റോമർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ താഴോട്ട് പഠിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഈ പാപാവസ്ഥ എന്താണെന്ന് പൗലോസ്ലീഹ പഠിപ്പിച്ചു തരുവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിനെ തരണം ചെയ്യുവാനുള്ള കൃപ നോമ്പിലൂടെ നമുക്ക് ലഭിക്കും. നോമ്പ്, ഉപവാസം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് നമ്മളെ, അതായത് ദൈവരാജ്യത്തിലേക്ക് നമ്മളെ വഴി നയിക്കുന്ന ഉപാധികളാണ്, അല്ലെങ്കിൽ നേർവഴികളാണ്. ഇതിൻ്റെ ഉദ്ദേശം, ഒരു നൊയമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ദൈവരാജ്യത്തിൽ ആകുക എന്നുള്ള ലക്ഷ്യത്തിലേക്കല്ല, ദൈവരാജ്യത്തിൽ എത്തുവാൻ നമ്മളെ സഹായിക്കുന്ന ഉപാധികളാണ്. അതായത് പാപത്തിൽ നിന്ന് ശരീരത്തെ അകറ്റി നിർത്തുവാൻ വേണ്ടി, ശരീരത്തെ ദണ്ഡിപ്പിക്കുവാനാണ് നോമ്പ്, ഉപവാസം അനുഷ്ഠിക്കുന്നത്. അല്ല, ഉപവാസം അതിൽ തന്നെ ഒരു സ്വർഗീയ മാർഗമല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപവസിച്ചുകൊണ്ട് സ്വർഗരാജ്യം കിട്ടില്ല. ഉപവസിച്ചിട്ട് ഉപവാസത്തിൻ്റെ ശക്തിയാൽ ശരീരത്തെ ക്ഷീണിപ്പിച്ച്, ശരീരം ക്ഷീണിക്കുന്നതുകൊണ്ട് ശരീരത്തിന് പാപം ചെയ്യുവാൻ കഴിവില്ലാതെ വരികയും, അങ്ങനെ കഴിവില്ലാതെ വരുന്ന അവസ്ഥയിൽ പാപമില്ലാത്തടത്ത് പരിശുദ്ധാത്മാവ് നിറയുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പല കഴിവുകളും നമുക്ക് കിട്ടും, എന്നാൽ ഒരു കഴിവില്ലായ്മയും കിട്ടും.
എന്താണ് ആ കഴിവില്ലായ്മ? നിങ്ങൾ പറയണം. ഒരു കഴിവില്ലായ്മ വരും. പരിശുദ്ധാത്മാവ് വന്നു വരുമ്പോൾ നിങ്ങൾ കഴിവില്ലാത്തവരായി പോകും. എന്ത് കഴിവില്ലാത്ത? പാപം ചെയ്യുവാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെയാണ് ക്രിസ്തുവിൽ സ്വതന്ത്രരാകുക എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ കഴിവ് നഷ്ടപ്പെടുകയാണ്. പിന്നെ അത് തോന്നുന്നില്ല. ഇപ്പോൾ ശരീരത്തെ വിവിധ രീതിയിൽ മലിനസമാക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് പിന്നീട് അങ്ങനെ തോന്നുന്നില്ല. ഉദാഹരണം, ഇപ്പോൾ മദ്യപാന ലഹരിയിൽ അടിമപ്പെട്ടിരിക്കുന്ന ഒരുവന്, അല്ലെങ്കിൽ പുകവലിയിൽ ശരീരത്തെ മലിനമാക്കപ്പെട്ടിരിക്കുന്ന ഒരുവന്, അല്ലെങ്കിൽ സ്വയം ഭോഗം കൊണ്ട് ശരീരത്തെ മലിനമാക്കുന്ന ഒരുത്തന്, അല്ലെങ്കിൽ പൊണോഗ്രഫി കണ്ട് ശരീരത്തെ മലിനമാക്കുന്ന ഒരുവന്, ഇവരെല്ലാവരും ഇതിൽ അഡിക്റ്റാണ്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ലോകത്തെ പിശാച് ജഡീക ലഹരിയിൽ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. ജഡീക ലഹരിയെ കീഴ്പ്പെടുത്തണമെങ്കിൽ ആത്മീക ലഹരി അല്ലാതെ വേറെ മാർഗമില്ല. ഈ ജഡീക ലഹരിയിൽ കീഴ്പ്പെട്ടു പോയാൽ ഒരു പ്രശ്നം സംഭവിക്കും. അതായത് ഈ ജഡീക ലഹരിക്ക് ഒരു വലിയ ശക്തിയുണ്ട്. ആത്മീക ലഹരിക്കും ഇതേ ശക്തി തന്നെ ഉണ്ട്. പക്ഷേ ജഡീക ലഹരിയിൽ ലോകമോഹങ്ങളിൽ നമ്മൾ ഇമ്പപ്പെട്ടതിന് കീഴ്പ്പെട്ടു പോയാൽ അത് വർദ്ധിച്ചിട്ട് കനത്ത ക്ലാവ് പോലെയാകുമെന്ന് യെഹെസ്കേലിൻ്റെ പുസ്തകം 34 അധ്യായത്തിൽ പറയുന്നുണ്ട്. കനത്ത ക്ലാവ് പോലെയാകും. നമുക്കൊന്നെടുക്കാം. യെഹെസ്കേലിൻ്റെ പുസ്തകം, പ്രവചനം 34 എടുക്കാമോ? 34 24 ആണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഞാനിപ്പോൾ നോക്കിയിട്ട് പറയാം. യെഹെസ്കേലിൻ്റെ പുസ്തകം 34 അധ്യായം അല്ലെന്ന് തോന്നുന്നു. നിങ്ങൾ 24 എടുത്തേ. 24, അതെ, 24 അധ്യായം 12 വാക്യം വായിക്കാം. 24 അധ്യായം 12 വാക്യം. അവൾ അധ്വാനം കൊണ്ട് തളർന്നുപോയി, അവളുടെ കനത്ത ക്ലാവ് അവളെ വിട്ടുപോകുന്നില്ല, അവളുടെ ക്ലാവ് തീയാലും വിട്ടുപോകുന്നില്ല. അതായത് ഈ ജഡീക പാപങ്ങളിൽ അടിമപ്പെട്ട് കഴിയുമ്പോൾ ഇതങ്ങോട്ട് വർദ്ധിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ഇരുട്ട് കയറും. പോണോഗ്രഫിക്ക് അടിമപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന വലിയൊരു തകരാറാണിത്. അതായത് പോണോഗ്രഫി കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഇരുട്ട് കയറും. അത് കാണുന്നവർക്ക് അത് അറിയാൻ പറ്റും. നമ്മൾ ആത്മീകതയിൽ സന്തോഷിക്കുമ്പോൾ ആത്മാവിൽ തേജസ്സിൻ്റെ ഘനം അറിയാൻ സാധിക്കും. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അതായത് ആത്മീകമായി നമ്മൾ ക്രിസ്തുവിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ തേജസ് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തേജസ് ഉള്ളിലത് അറിയണം. പഴയ നിയമത്തിൽ തേജസ് ഇറങ്ങുന്നത് ഈ കണ്ണാലെ കാണാമായിരുന്നു. 1 രാജാക്കന്മാർ 8 അധ്യായത്തിലുണ്ട്. ശലോമോൻ ദേവാലയ കൂദാശ നടത്തുമ്പോൾ തേജസ് ഇറങ്ങി. അവിടെ പുരോഹിതന്മാർക്ക് ആ മേഘത്തിൻ്റെ കട്ടി കാരണം അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചില്ല. പൗലോസ്ലീഹ പുതിയ നിയമത്തിൽ 2 കൊരിന്ത്യർ 3:7 പറയുകയാണ്, കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണത്തിൻ്റെ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സുള്ളതെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള അർത്ഥം, പഴയ നിയമത്തിൽ ശലോമോൻ കണ്ട ആ തേജസ്സിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തിയുള്ളതാണ്. ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം എന്ന് പറയുമ്പോൾ അതിൻ്റെ ശക്തി നിലവാരം വേറെയാണ്, വ്യാപാരം വേറെയാണ്, ഗുണവും വേറെയാണ്. യേശുവിൻ്റെ രക്തവുമായിട്ട് അല്പമെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഹാബേലിൻ്റെ രക്തം മാത്രമാണ്. കാരണം അത് നിഷ്കളങ്ക രക്തമാണ്, കുറ്റമില്ലാത്ത രക്തമാണ്. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് ഹാബേലിൻ്റെ രക്തം, പറയൂ, മറന്നുപോയോ? പറഞ്ഞു തന്നിട്ടുണ്ട്. ഹാബേലിൻ്റെ രക്തം പ്രതികാരത്തിനായി നിലവിളിക്കുമ്പോൾ കർത്താവിൻ്റെ രക്തം ഇവരോട് പ്രതികാരം ചെയ്യരുത് എന്ന് നിലവിളിക്കുന്ന രക്തമാണ്. അതാണ് അതിൻ്റെ ശ്രേഷ്ഠത. അപ്പോൾ അതിന് ശക്തി നിലവാരം വേറെയാണ്, പവർ വേറെയാണ്.
ആ പവർ ഉള്ളിൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തേജസ് എന്നുള്ള വാക്കിൻ്റെ ഹീബ്രു പദം ഞാൻ എപ്പോഴും പറയുന്നതാണ്, വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ മനസ്സിലത് ഉറയ്ക്കുവാൻ വേണ്ടിയാണ്. ഖാബോദ് എന്നാണ്. എന്താണ് ഖാബോദ്? ഹീബ്രു വാക്കാണ് ഖാബോദ്. ഖാബോദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വെയിറ്റ് എന്നാണ്. വെയിറ്റ്, ഭാരം. ഈ ഭാരം, അതായത് തേജസ്സിൻ്റെ ഭാരം, അല്ലാതെ നമ്മുടെ വിഷമത്തിൻ്റെ ഭാരമോ നൊമ്പരത്തിൻ്റെ ഭാരമല്ല. തേജസ്സിൻ്റെ ഭാരം, ആ വെയിറ്റ് നമ്മുടെ ഉള്ളിൽ നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഈ സ്വർഗീയ ഗണങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വർഗീയ ഗണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് അവർ നമുക്ക് ഒരുപാട് ആത്മീയ സത്യങ്ങൾ വെളിപ്പെടുത്തി തരും. വിശുദ്ധ ആരാധനയിലാണ് അത് ഏറ്റവും കൂടുതൽ ശക്തിയുക്തം അനുഭവപ്പെടുന്നത്. അപ്പോൾ കർത്താവിനോട് അടുത്ത് ചെല്ലുമ്പോൾ ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശരീരത്തിന് പതിയെ പതിയെ ഈ ശക്തി വരും. ഈ കനത്ത ക്ലാവ് ശക്തിയായി കഴിയുമ്പോൾ അത് പൊട്ടിച്ചു കളയുവാൻ പ്രയാസമാണ്. പക്ഷേ കർത്താവിൻ്റെ രക്തത്തിന് നീക്കുപോക്കില്ലാത്ത ഒരു കാര്യവുമില്ല. എൻ്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ആയിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. പക്ഷേ ഒരു പാപത്തിനടിമപ്പെട്ട് അതിൽ കനത്ത ക്ലാവ് പോലെയായി അതൊരു പാറ പോലെ ആയിക്കഴിഞ്ഞാൽ, ഇരുട്ട് വർദ്ധിക്കുമ്പോൾ അതൊരു പാറ പോലെയാകും. പാറ പോലെ ആയാൽ പാറയെ തകർക്കാൻ എന്തിനേ പറ്റുകയുള്ളൂ? പാറയ്ക്ക് തന്നെ പറ്റത്തുള്ളൂ. പാറയെ തകർക്കാൻ, ഒരു കല്ലിനെ തകർക്കാൻ ഇരുമ്പ് ദണ്ഡ്, അതായത് പാറ പോലെ തന്നെ പാറയേക്കാൾ ശക്തിയായിട്ടുള്ള മറ്റൊരു പാറയ്ക്കേ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദർശനത്തിൽ ഇപ്രകാരം പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഒരു കല്ല് താഴേക്ക് പതിച്ചു, അത് താഴെയുള്ള സകല ആ ബിംബത്തെ, നെബൂഖദ്നേസർ രാജാവ് കണ്ട ആ ബിംബത്തെ തകർത്ത് കളഞ്ഞു. എന്നിട്ട് ആ കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു. ആ കല്ല് മറ്റാരുമല്ല, കൈ തൊടാതെ സ്വർഗത്തിൽ നിന്ന് വന്ന കല്ല് എന്ന് പറഞ്ഞിരിക്കുന്നത് കന്യക മറിയാമിൽ നിന്ന് ജനിച്ച കർത്താവായ യേശു ക്രിസ്തു. അതൊരു മഹാപർവ്വതമായി തീരുന്നു. ആ പർവ്വതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ആ മഹാപർവ്വതം എന്ന് പറഞ്ഞാൽ എന്താ? ലോകം മുഴുവൻ അതിപ്പോൾ വ്യാപരിച്ചു നിൽക്കുന്ന മഹാപർവ്വതമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഡോക്ടറോട് സംസാരിക്കുകയുണ്ടായി. ഡോക്ടർ അനേകം ഈ കാഷ്വാലിറ്റിയിൽ മരിക്കുവാൻ കിടക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം എന്നെ കാണുവാൻ വന്നു. ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു, ഈ മരണത്തോട് അടുത്ത് വന്ന് മരിച്ചിട്ട് പിന്നീട് ജീവൻ വെച്ച അനേക രോഗികളെ അദ്ദേഹം ഇപ്പോഴും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം പറയുന്നത് അവർ കാണുന്നത് ഒരു വലിയ പ്രകാശമയമായ ഒരു രൂപമാണ്. ആ രൂപം യേശുക്രിസ്തു തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു ഹൈന്ദവനാണ്. അത് യേശുക്രിസ്തു ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇവരെല്ലാവരും പറയുന്നത്. പക്ഷേ ക്രിസ്ത്യാനികളായ നമുക്ക് മാത്രം യേശുക്രിസ്തു ഒരു എൻലൈറ്റൻഡ് മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, നല്ല ഗുരുവാണ്, ഇത്രയേ ഉള്ളൂ. ദൈവമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നില്ല. പിതാവിൻ്റെ പുത്രനായവൻ സൂര്യൻ ഇരട്ടി ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയുള്ള ഒരു മുഖരൂപം യേശുക്രിസ്തുവിനുണ്ട്. അവൻ്റെ രൂപം, അവൻ്റെ തലയിലെ മുടി വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെളുത്തതും, കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്തതും, അവൻ്റെ കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ട് പോലെയും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഒച്ച പോലെയുമായിരുന്നു. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രം ഉണ്ടായിരുന്നു. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയുമായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊള്ളുക, ഒരാളേ ഉള്ളൂ, അവനെ കാണുവാൻ വേണ്ടി ദാഹത്തോടെ കാത്തിരിക്കുക. അതായത് നമ്മുടെ ആ വലിയ ദിനത്തിനായിട്ട് കാത്തിരിക്കുക. ഏതാണ് ആ വലിയ ദിനം? ഏതാണ് ആ വലിയ ദിനം? എന്ത്? നിങ്ങൾ പറയൂ. ക്രിസ്തുവിൻ്റെ 2ാം വരവ് അല്ല.
നിങ്ങളുടെ മരിക്കുന്ന ദിവസത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആഹാ, അതത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതൊരു വലിയ ദിനമാണ്. നിങ്ങൾ മരിക്കുന്ന, അല്ലെ ഞാൻ മരിക്കുന്ന ആ ദിവസത്തെ കാത്തിരിക്കൂ. അതൊരു സന്തോഷമുള്ള ഒരു 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 വലിയ, നമ്മൾ എന്തിനെയോ കാത്തിരുന്നതിനെ ചുംബിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടി നമുക്ക് ആ ദിവസത്തിനായിട്ട് കാത്തിരിക്കാം. ആ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് ബോധിപ്പിച്ചു തരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. നമ്മൾ റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളാണ് പഠിച്ചു കഴിഞ്ഞത്. അവിടെ ഇപ്രകാരം പറയുന്നു: സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ ഏവനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിരുന്നു. എന്നാൽ അവസാനത്തെ ആ 17-ാം വാക്യത്തിന് കുറച്ചും കൂടെ ഒരു വിശദീകരണം നൽകിയെങ്കിൽ മാത്രമേ താഴോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അതായത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആ കാര്യം എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് സുവിശേഷം എന്താണ്, അതിനെക്കുറിച്ച് പൗലോസ്ലീഹ ഒരു രീതിയിലും ലജ്ജിക്കുന്നില്ല. അപ്പോൾ സുവിശേഷം എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നത് മാത്രമല്ല സുവിശേഷം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ കർത്തൃ സാന്നിധ്യ ബോധത്തിൽ കർത്താവിനെ നിങ്ങളിൽ കൂടി പ്രൊജക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സുവിശേഷമാണ്. അത് പ്രവൃത്തി കൊണ്ടാകാം, നോട്ടം കൊണ്ടാകാം, വാക്കുകൾ കൊണ്ടാകാം, കേൾവി കൊണ്ടാകാം, മനോബോധത്തിലാകാം. അത് സുവിശേഷമാണ്. ഒന്നും മിണ്ടണ്ട, അത് സുവിശേഷമാണ്. മൈലപ്രായിലെ മാത്യൂസ് റമ്പാച്ചൻ 1 വർഷം മൗനിയായിരുന്നു. സുവിശേഷമാണ്. കാരണം മൗനിയായിരിക്കുമ്പോൾ വിശുദ്ധന്മാർ പറയുന്നത് ഒരു ഗുഹയിൽ ഇരിക്കുകയാണ്. അങ്ങനെയുള്ളവരെയാണ് ഈഹീദായക്കാർ എന്ന് പറയുന്നത്. ഈഹീദായക്കാർ. അവർ ഗുഹയിലിരുന്നാൽ എന്തുവാണ് ഗുണം? ചിലർ ചോദിക്കത്തില്ല. ചില നിരീശ്വരവാദികളൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളിങ്ങനെ ചുമ്മാ ഒരു മൂലയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് സമൂഹത്തിന് എന്താണ് ഗുണം എന്നാണ് ചോദ്യം. അവർ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന പോലെ ആരും ചെയ്യുന്നില്ല. അത് ആത്മാവുള്ളവനെ, ദൈവാത്മാവുള്ളവനെ ആത്മാവ് വഴി നടത്തും. നമ്മൾ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ അത് പഠിക്കും. ദൈവാത്മാവുള്ളവനെയാണ് ദൈവാത്മാവ് വഴി നടത്തുന്നത്. അവനെ അത് പിടികിട്ടത്തുള്ളൂ. അതായത് ഒരാൾ ഒരിടത്ത് നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് സൃഷ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വേറൊരുവൻ ലോകം മുഴുവൻ പോയി സുവിശേഷം നടത്തുന്നതിനേക്കാളിൽ ശക്തിയുള്ളതാണത്. അതായത് ജഡീക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് കർത്തൃസന്നിധിയിൽ നിന്ന് ഒരാൾ ലോകത്തിന് വേണ്ടി മാറിയിരുന്ന് പ്രാർത്ഥിച്ചാൽ അവനിൽ കൂടി ശക്തി വ്യാപാരം സൃഷ്ടി മുഴുവനിലേക്കും വ്യാപിക്കും. അതൊരാൾ പോയി നടന്ന് സുവിശേഷം അറിയിക്കുന്നതിനേക്കാളിൽ ശക്തിയുള്ളതാണെന്ന് ഞാനല്ല, വിശുദ്ധന്മാർ, അതായത് അങ്ങനെ ജീവിച്ചിട്ടുള്ള വിശുദ്ധന്മാർ സാക്ഷീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഏത് രീതിയിലും സുവിശേഷം അറിയിക്കാൻ പൗലോസ്ലീഹ സന്നദ്ധനാണ്. പിന്നീട് 17-ാം വാക്യം തുടങ്ങിയാണ്, അതിൽ സുവിശേഷത്തിൽ ഒരു പ്രശ്നമുണ്ട്. ദൈവത്തിൻ്റെ നീതി വിശ്വാസഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുകയാണ്. ദൈവത്തിൻ്റെ നീതി, അത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ദൈവത്തിൻ്റെ നീതി? നീതി എന്താണെന്നുണ്ടെങ്കിൽ അനീതി എന്താണെന്നും അറിയണം. അപ്പോൾ ഈ കാര്യം കൃത്യമായി പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ നമ്മുടെ ആത്മീക അവസ്ഥ മനസ്സിലാക്കി തരുവാൻ വേണ്ടി പൗലോസ്ലീഹ ഈ റോമർക്ക് അല്ലെങ്കിൽ റോമ സഭയിലുണ്ടായിരുന്ന സാഹചര്യത്തെ മുതലാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സാഹചര്യം ഉണ്ടായി. 2 ഗ്രൂപ്പുകാർ തമ്മിൽ വഴക്കുണ്ടായി. യഹൂദനും യമനും 2 പേര് തമ്മിൽ വലിയ പ്രശ്നമാണ്. ഇതെല്ലാം ഈഗോ ക്ലാഷാണ്. നമ്മുടെ സഭയിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ തകർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ അഹമാണ്. അഹങ്കാരം എന്നുള്ള വാക്കല്ല, അഹം. ഞാൻ എളിമയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എളിമ എന്ന് പറഞ്ഞാൽ
അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല, ഒരു വലിയ വെർച്യുവാണ്. എളിമയെ തകർക്കുന്നത് നമ്മുടെ ഉള്ളിലെ അഹമാണ്. നമുക്ക് എളിമയുണ്ടെന്ന് നമ്മൾ വിചാരിച്ചാലും നമുക്ക് എളിമ കുറവായിരിക്കാനാണ് സാധ്യത. കാരണം എളിമയുള്ളവനോട് കൊച്ചു കുഞ്ഞിന് പോലും ഉപദേശിക്കാൻ പറ്റും. ഇപ്പോൾ എന്നെ ഉപദേശിക്കാനായിട്ട് ഒരു 5 വയസ്സുള്ളൊരു കുഞ്ഞ് വന്നിട്ട് എന്നോട് പറയുകയാണ്, അച്ഛാ അതങ്ങനല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എളിമയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതായത് എൻ്റെ മനസ്സിലെങ്കിലും ഒരു സമൂഹത്തിൻ്റെ മധ്യേ നിൽക്കുമ്പോൾ ഞാനൊരു കുപ്പായിട്ട് നിൽക്കുന്ന അച്ഛനായതുകൊണ്ട് ഒന്നും മിണ്ടത്തില്ലായിരിക്കും. പക്ഷേ ഉള്ളിലെങ്കിലും വിചാരിക്കും, ഇവനാരാണ് എന്നെ ഉപദേശിക്കാൻ, ഇവനേക്കാളിൽ എത്ര ഓണം ഞാൻ കൂടുതൽ ഉണ്ടതാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ അഹമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് എളിമയില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഈ അഹത്തെയാണ് ചെറുതാക്കിക്കൊണ്ട് വരുന്നത്. അതാണ് തന്നെത്താൻ ഉപേക്ഷിക്കുക എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ കാര്യം. തന്നെത്താൻ, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ ഉപേക്ഷിച്ച് അവൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, കുരിശും എടുക്കണം. അവനവന് കുരിശുകളുണ്ട്. കുരിശുകൾ ദൈവം അനുവദിച്ചു തന്നിട്ടുള്ളത് കർത്താവിൻ്റെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അത് കർത്താവ് ആ മാർഗം മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പാപത്തിൻ്റെ അടിമത്വത്തിൽ ജീവിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം അങ്ങനെയുള്ളവരെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, അതായത് നീതിമാനായ ദൈവം നിന്നെ നീതിയുള്ളവനാക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ പ്രത്യേക ഒരു തീരുമാനമെടുക്കും. വെളിപാടിൻ്റെ പുസ്തകം അവസാന വാക്യത്തിൽ പറയുന്നുണ്ട്, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ ഇനി അഴുക്കാടട്ടെ. പക്ഷേ നീതിമാനായ ദൈവം നിന്നെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിന്നെ നീതീകരിക്കണം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണ് നീതീകരിക്കുക എന്ന് പറഞ്ഞാലുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. ഇപ്പോൾ ഇങ്ങനെ മാത്രം കേൾക്കുക, നിന്നെ നീതീകരിക്കണം. നീതീകരിക്കണമെങ്കിൽ ദൈവം നീ ഉണ്ടാക്കി വെച്ച പാപത്തിൻ്റെ ഈ കനത്ത ക്ലാവ് കാരണം നിൻ്റെ ശരീരത്തിൽ വ്യാപിച്ചിരുന്ന ഇരുട്ടിനെ, ആ പാറക്കഷ്ണത്തെ പൊട്ടിക്കുവാൻ മറ്റൊരു പാറ നിൻ്റെ മേൽ വീഴണം. അതാണ് ക്രിസ്തു എന്ന ആ കല്ല് വീഴുന്നവൻ അവൻ ധൂളിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട് അല്ലേ, അവൻ പൊടിയായി പോവും. അതായത് തകർക്കപ്പെടാതെ പിന്നെ മാർഗമില്ല, തകർത്ത് കളയും. ദൈവം നമ്മളെ തകർക്കാൻ വിട്ടുകൊടുക്കും. ദൈവമല്ല തകർക്കുന്നത്, പക്ഷേ വിട്ടുകൊടുക്കും, വേറെ മാർഗമില്ല. കാരണം പാറ പോലെ ഇരുട്ടായിപ്പോയി. ഈ ഇരുട്ടിനെ പൊട്ടിക്കണമെങ്കിൽ ക്രിസ്തു എന്ന പാറ നിൻ്റെ മേൽ വീഴുമ്പോൾ നീ ധൂളിയായിപ്പോവും, പൊടിഞ്ഞു പോവും. അതൊരു ഭീകരമായ താങ്ങുവാൻ പറ്റാത്ത വേദനയായി മാറും. ആ വേദനയിൽ നിൻ്റെ പാപത്തിൽ നിന്ന് നീ സ്വാതന്ത്ര്യം പ്രാപിക്കും. അങ്ങനെ പ്രാപിച്ചവരുണ്ട്. അതായത് ഈ പ്രത്യേകിച്ച് ജഡീക ആസക്തിയിൽ അടിമപ്പെട്ടിരിക്കുന്ന യുവാക്കളും യുവതികളും ഇങ്ങനെ ക്രിസ്തു അവരെ രക്ഷിക്കുവാൻ ആഗ്രഹിച്ചിട്ട് അവരുടെ മേൽ വലിയ തീക്കൽ പാറ പോലെ വന്ന് വീണിട്ട് അവരുടെ ഹൃദയം തകർന്നുപോയി. ആ തകർന്നു പോകുന്ന വിവിധ അവസ്ഥകളാണ്. എനിക്കത് പറയാൻ പറ്റില്ല, കാരണം ഇത് കേൾക്കുന്നവരുണ്ട്. അപ്പോൾ ചിലപ്പോൾ എന്നെപ്പറ്റി പറഞ്ഞ കാര്യമാണല്ലോ അച്ഛൻ പറഞ്ഞത് എന്ന് തോന്നാതിരിക്കുവാൻ വേണ്ടിയാണ് ഞാനത് ആരുടെയും പേര് പറയാതിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ എന്നോട് നേരിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ യേശു ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ തകർത്ത് കളയും. തകർക്കുമ്പോൾ ഈ പാപത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം കിട്ടും. തകർന്നിരിക്കുമ്പോൾ, ശരീരം തകർന്നു പോകുമ്പോൾ, മനസ്സ് തകർന്നു പോകുമ്പോൾ പിന്നെ ജഡീക ആസക്തിയെപ്പറ്റി നമുക്ക് പറ്റില്ല. പിന്നത് പറ്റില്ലാതെ വരുമ്പോൾ ദൈവം പതുക്കെ നമ്മളോട് ഇടപെട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ദൈവവുമായിട്ടുള്ള സംസർഗം കിട്ടും. അപ്പോൾ വിശുദ്ധിയുടെ സാധ്യത പതിയെ മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുമ്പോൾ ഇതല്ലല്ലോ, അതിനേക്കാളിൽ ലഹരിയേറിയ കാര്യം ഇവിടെയുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുകയും നമ്മൾ ശരീരത്തിന് പതുക്കെ പുഷ്ടി ദൈവം തമ്പുരാൻ തിരിച്ചു തരുമ്പോഴേക്കും
നമ്മൾ ആ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കും. ഇത് ദൈവം ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്. അതിന് കീഴ്പ്പെട്ടു കൊടുക്കണം. അപ്പോൾ തകർന്നും നുറുങ്ങിയിരിക്കുന്നവരെ ഞാൻ നിങ്ങളെ വീണ്ടെടുത്ത് കൊള്ളാം. ഈ അനുവാദം ദൈവം പിശാചിനെ ഏൽപ്പിച്ച് കൊടുത്തിട്ടിരിക്കുകയാണ്. നമ്മൾ റോമർ ലേഖനത്തിൽ അത് പഠിക്കും, 2-ാം അധ്യായത്തിൽ പഠിക്കും. 2-ാം അധ്യായത്തിൽ, ഈ അധ്യായത്തിൽ തന്നെയുണ്ട്. നിങ്ങൾ 24-ാം വാക്യം ഒന്ന് വായിച്ച്. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയത്തിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ആരേൽപ്പിച്ചു? ആദ്യം വായിച്ച്. ആരേൽപ്പിച്ചു? ആരാ ഏൽപ്പിച്ച? അതുകൊണ്ട് ആരാ ഏൽപ്പിച്ചത്? ദൈവമാണ് ഏൽപ്പിച്ചത്. മക്കളെ എന്ത് ചെയ്തു? അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന് അശുദ്ധി ഉണ്ടോ? ദൈവത്തിന് അശുദ്ധിയില്ല. അപ്പൊ അശുദ്ധിയിൽ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ എവിടെ ഏൽപ്പിച്ചു? ആർക്കേൽപ്പിച്ചു കൊടുത്തു? സ്വന്തം മക്കളെ പിശാചിന്റെ കയ്യിലോട്ട് വിട്ടുകൊടുത്തു. നീ കൊണ്ട് കൈകാര്യം ചെയ്തിട്ട് വരാൻ പറഞ്ഞു. 1 കൊരിന്ത്യർ 5 എടുത്തേ. നമ്മൾ വായിച്ചിട്ടുള്ള വാക്യമാണ്. 1 കൊരിന്ത്യർ 5. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് പിടിക്കണം. ഇത് പിടിച്ചു പോകണം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. 1 കൊരിന്ത്യർ 5. ദുർനടപ്പ് നടന്ന മനുഷ്യരെ എന്ത് ചെയ്യണമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? 5:5. 1 കൊരിന്ത്യർ 5:5. ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. അതായത് കൊരിന്ത്യ സഭയിലെ ദുർനടപ്പ് നടന്ന ഒരുവനെ രക്ഷിക്കുവാൻ വേണ്ടി സാത്താന് വിട്ടുകൊടുത്തേക്കാൻ. അപ്പോൾ നമുക്ക് വരുന്ന ദുരിതങ്ങൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ദൈവം തരുന്നതാണെന്നാണ്. ദൈവം തരുന്നതല്ല, ദൈവം അനുവദിക്കും. എന്തിനാണ്? നമ്മളെ രക്ഷപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി ദൈവം അനുവദിക്കും. അതായത് ICUവിലേക്ക് പ്രവേശിപ്പിച്ചെങ്കിൽ മാത്രമേ ജീവൻ തിരിച്ചു കിട്ടുകയുള്ളൂ എങ്കിൽ ICUവിലേക്ക് പ്രവേശിപ്പിക്കാതെ വേറെ മാർഗമില്ല. ഉണ്ടോ? ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ്. അതായത് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മകനോ മകളോ, അല്ലെങ്കിൽ ഒരു മകൻ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ടു. ശരീരം മുഴുവൻ തകർന്നു പോയി, ബ്രെയിൻ ഡാമേജായി. ഹെൽമെറ്റ് ഉപയോഗിക്കാഞ്ഞതുകൊണ്ട് ബ്രെയിൻ ഡാമേജായിപ്പോയി. ആശുപത്രിയിലേക്ക് പെട്ടെന്ന് എത്തിച്ചു. ICUവിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർ പറഞ്ഞു ICUവിൽ പോരാ, വെന്റിലേറ്റർ ഇടണമെന്ന് പറഞ്ഞു. വെന്റിലേറ്റർ ഇടാൻ പറഞ്ഞു. വേറെ മാർഗമൊന്നുമില്ല, നമുക്ക് ശ്രമിക്കാം. വെന്റിലേറ്ററിലൊക്കെ കയറി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഡോക്ടർ വെളിയിൽ വന്നിട്ട് മാതാപിതാക്കളോട് പറഞ്ഞു, നമുക്ക് ഒരു 10 ദിവസം ഒന്ന് നോക്കാം. ഇപ്പോൾ ആബ്സല്യൂട്ട്ലി അൺകോൺഷ്യസ് ആണ്, ബോധമില്ല, മരിച്ച അവസ്ഥ തന്നെയാണ്. ആരെയും തിരിച്ചറിയാൻ സാധിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, നമ്മളത് ട്യൂബ് വഴി കൊടുക്കും. ജീവൻ ഇപ്പോൾ ഉണ്ടെന്നേ ഉള്ളൂ. 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ജീവൻ തിരിച്ചു കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ഈ ശുശ്രൂഷ, അതായത് ബാക്കിയുള്ള ശുശ്രൂഷ ചെയ്യുവാൻ പറ്റുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് വിചാരിക്കുക. നിങ്ങളിവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. കിളികൾ ഭയങ്കര ശബ്ദമാണല്ലോ, നിങ്ങൾ വലിയ സന്തോഷത്തിലാണ് തോന്നുന്നല്ലേ? ഒരിക്കലും ഇല്ലാത്ത പോലെ. നല്ലതാണ് പ്രകൃതിയിൽ നിന്ന് കിളിനാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ. സന്തോഷിക്കട്ടെ. ഞാനെന്താ പറഞ്ഞേ? അപ്പോൾ മാതാപിതാക്കളോ ഡോക്ടറെന്ന് പറഞ്ഞു, നിങ്ങളിനി ഇവിടെ നിൽക്കണ്ട കേട്ടോ, നിങ്ങൾ പൊക്കോ. കാര്യം നിന്നിട്ട് വലിയ കഥയൊന്നുമില്ല. എന്തായാലും കാണാൻ പറ്റില്ല, അകത്തോട്ട് കയറ്റി വിടത്തില്ല, ആരെയും കയറ്റി വിടത്തില്ല. കയറ്റി കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഇൻഫെക്ഷൻ ഉണ്ടാകും. അങ്ങനെ ഡോക്ടർ പറഞ്ഞ ഇത് കേട്ടിട്ട്, എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ പോയേക്കാം, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം, മോനവിടെ എന്തുവാലും സുഖമായിട്ട് കിടക്കുക, എന്തുവാലും ബോധമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ മാതാപിതാക്കൾ വീട്ടിലേക്ക് പോകുമോ? പിന്നെന്ത് ചെയ്യും? അവർ പോകില്ല. പിന്നെന്ത് ചെയ്യും? അവരാ വാതിൽക്ക് കാണും ഈ 10 ദിവസവും ഭക്ഷണം പോലും കഴിക്കാതെ, ഉറക്കമില്ലാതെ. ഇതുപോലെ തന്നെ കർത്താവ് തൻ്റെ മക്കളെ പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ കർത്താവ് അങ്ങ് പോവല്ല. ഈ പണി നടന്നേ പറ്റത്തുള്ളൂ. ഓപ്പറേഷൻ നടത്തുന്നത് പിശാചിൻ്റെ ഏജൻസിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദുരിതങ്ങൾ വരുന്നത്. അത് നമ്മൾ ചെയ്തു കൂട്ടിയതിൻ്റെ അനന്തരഫലമാണ്. ഇവനീ സ്പീഡിൽ കൊണ്ടുപോയി ബൈക്ക് ഇടിച്ചുകൊണ്ടല്ലേ ഇതിനകത്ത് കയറേണ്ടി വന്നത്. മര്യാദയ്ക്ക് പോയിരുന്നെങ്കിൽ ഇടിക്കുമായിരുന്നോ എന്ന് പറയുന്ന പോലെയാണ്
പാപത്തിൻ്റെ അനന്തരഫലം ഉണ്ട്. അത് അന്നും ഉണ്ട്, അത് പഴയ നിയമത്തിലുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ കർത്താവിൻ്റെ കാൽവറി യാഗത്തിൽ കൂടി സമ്പൂർണ്ണ പരിഹാരമുണ്ട്. പഴയ നിയമത്തിൽ അങ്ങനെയല്ല. പരിഹാരം നമ്മൾ ചെയ്യണം. ഇപ്പോൾ നീ ഒന്നും ചെയ്യണ്ട, പരിഹാരമൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷേ നീ ചെയ്തു പോയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വന്ന് കയറും. അത് ഏതിലെ കൂടെയും വരും. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തക്കതായിട്ട് വന്നു ചേരും. അതുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം പറയുന്നത്, നിങ്ങൾ ശരീരത്തിൽ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അത് ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. കാരണം ദുരിതം ദൈവം തരുന്നതല്ല, നമ്മൾ വരുത്തി വയ്ക്കുന്നതാണ്. പിന്നെ ദൈവം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ദുരിതത്തിൽ നിന്ന് നമ്മളെ കരകയറ്റുവാനായിട്ട് പിശാചിൻ്റെ ഏജൻസിക്ക് കൊടുക്കും. കാരണം ഓപ്പറേഷൻ തിയേറ്റർ അവിടെ ഉള്ളൂ. ദൈവം തൻ്റെ മക്കളെ കീറി മുറിക്കത്തൊന്നുമില്ല. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, താൻ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നതല്ല. എടുത്തേ യാക്കോബിൻ്റെ ലേഖനം. പരീക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് പരീക്ഷയിൽ വീണു പോകുന്നതാണ്. ആ വാക്യം ഒന്ന് കണ്ടുപിടിച്ചേ. 1-ാം അധ്യായത്തിൽ തന്നെയല്ലേ, 14-ാം വാക്യം. 13ഉം 14ഉം വായിക്കണം. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്നാരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങളാൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. സ്വന്തം മോഹങ്ങളാൽ എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ മോഹങ്ങളിൽ വശീകരിക്കപ്പെട്ട് അത് വീണു പോകുന്നത് കൊണ്ട് ഇതിനെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി ഇതിൻ്റെ ഏജൻസിയുള്ള പിശാചിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ നമ്മളെ ദുരിതത്തിലാക്കും. ദുരിതത്തിലാക്കുമ്പോൾ തിരിച്ചറിവുണ്ടാവും, സുബോധം വരും. മുടിയനായ പുത്രന് വന്നത് അതാണ്. ബോധത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ജ്ഞാനത്തിലല്ലെങ്കിൽ സുബോധമാവുകയില്ല. ഞാൻ എന്താണ് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞേ. ബോധത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയും, ഞാൻ പറയുന്ന ഏറ്റു പറയും. ബോധത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ജ്ഞാനത്തിൽ അല്ലെങ്കിൽ സുബോധമാവത്തില്ല. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബോധത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. നമുക്കെല്ലാം ബോധമുള്ളവരാണ്. ബോധമില്ലാത്തവരാരാണ്? എല്ലാവരും ബോധമുള്ളവരാണ്. ബോധത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നത് ദൈവിക ജ്ഞാനത്തിൽ കൂടി അല്ലെങ്കിൽ സുബോധം കിട്ടുകയില്ല. മുടിയനായ പുത്രൻ ബോധത്തിൽ ചെയ്ത കാര്യമാണ് അപ്പൻ്റെ സ്വത്ത് എനിക്ക് കിട്ടാനുള്ള. അവൻ അന്യായമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ചോദിച്ചോ? എൻ്റെ വീതം ഇങ്ങനെ തന്നേക്കാനേ പറഞ്ഞുള്ളൂ. അതിനകത്ത് എന്താണ് പാപമുള്ളത്, അന്യായമുള്ളത്? ഒന്നുമില്ല. അപ്പനെടുത്ത് കൊടുത്തു. നിൻ്റെ വീതമാണ്, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ബോധത്തിലാണ് ചെയ്തത്. ബാക്കി കാര്യങ്ങളെല്ലാം അവൻ ബോധത്തിലാണ് ചെയ്തത്. പക്ഷേ ദുരിതത്തിലായിപ്പോയി. അവനെ ദൈവം ദുരിതത്തിലേക്ക് വിട്ടുകൊടുത്തു. മുടിയൻ എന്നൊരു പേരുണ്ടാക്കി. മുടിഞ്ഞു പോയതുകൊണ്ടാണ് മുടിയൻ എന്ന് പറയുന്നത്. പ്രോഡിഗൽ സൺ. അപ്പോൾ അവന് സുബോധം വന്നു. ആ ഓപ്പറേഷൻ തിയേറ്ററായിരുന്നത്. അവിടെ വെച്ച് അവന് സുബോധം വന്നു. സുബോധം വന്നപ്പോൾ അവന് തിരിച്ചറിവുണ്ടായി. ഇതാണ് വിവേകം. എന്നോട് രാവിലെ വാട്സപ്പിൽ ഇങ്ങനെ ചോദിച്ചു, വെച്ചാൽ ഈ ജ്ഞാനവും വിവേകവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പം മനസ്സിലായോ? ഇപ്പോൾ അവന് സുബോധം വന്നു, വിവേകം വന്നു. സുബോധത്തിൽ വിവേകം വന്നത് എന്തുകൊണ്ടാണ്? ജ്ഞാനം ഇറങ്ങിയതുകൊണ്ടാണ്. ജ്ഞാനം ഇറങ്ങിയത് എപ്പോഴാണ്? ഈ ദുരിതത്തിൽ വീണതുകൊണ്ടാണ്. ദുരിതം ആര് കൊണ്ടുവരുന്നതാണ്? നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്നതാണ്. ദുരിതം അനുഭവിപ്പിക്കുന്നത് പിശാചാണ്, ദൈവമല്ല. പക്ഷേ നമ്മൾ ദുരിതം അനുഭവിക്കുമ്പോൾ ഒരു പിതാവ് ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കും, എപ്പോഴാണ് ഇവൻ തിരിച്ചു വരുന്നതെന്ന്. മുടിയനായ പുത്രൻ തിരിച്ചു വരുന്ന രംഗം നിങ്ങളൊന്ന് മനസ്സിൽ കാണണം. മുടിയനായ പുത്രൻ തിരിച്ചു വരുമ്പോൾ വീട്ടിൽ വന്ന് കയറിയപ്പോഴല്ല പിതാവ് കണ്ടത്. എപ്പോഴാണ് പിതാവ് കണ്ടത്? അവൻ ദൂരത്ത് നിന്ന് വരുന്നത് ഗേറ്റിൽ നിന്ന് പിതാവ് കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ ദിവസവും ഈ ഗേറ്റിൽ വന്ന് നിൽക്കും. മോൻ വരുന്നുണ്ടോ, മോൻ വരുന്നുണ്ടോ, മോൻ വരുന്നുണ്ടോ. ഒരു ദിവസം നോക്കിയപ്പോൾ മോൻ്റെ രൂപമല്ലാത്ത വികൃത രൂപമായ ഒരു മുടിഞ്ഞ മകൻ
തിരികെ വരുന്നു സുബോധം കിട്ടിയിട്ട്. പിതാവ് ഒന്നും നോക്കിയില്ല, ഓടിച്ചെന്ന് ആശ്ലേഷിച്ച് ചുംബിച്ചു. അഴുക്കോട് ചേർത്താണ് ചുംബിക്കുന്നത്, അത് മനസ്സിലാക്കണം നിങ്ങൾ. അഴുക്കോടെ ചേർത്താണ് ചുംബിക്കുന്നത്. എന്നിട്ടാണ് ഓർഡർ ഇടുന്നത്. എല്ലാവരോടും പറഞ്ഞു, വിരുന്നൊരുക്ക്, കാളയറുക്ക്, പശുവിനെ വെട്ട്, വസ്ത്രം മാറ്റ്, മോതിരം അണിയിക്ക്, കൊണ്ടുവരാൻ പറഞ്ഞു. പാപിയെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ സ്നേഹത്തെ, അല്ലെങ്കിൽ ആ പിതാവിൻ്റെ സ്നേഹത്തെ യേശു കാണിച്ചു തരികയാണ്. യേശു തൻ്റെ ജീവിതത്തിലൂടെയാണ് അത് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു വരാം 17-ാം വാക്യത്തിൽ, അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസഹേതുവായും വിശ്വാസത്തിനായും വെളിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത വാക്യം കൂടെ നമ്മൾ വായിക്കണം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പൗലോസ്ലീഹായുടെ ക്രക്സ് വാക്യമാണ് ഈ രണ്ട് വാക്യങ്ങൾ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ റോമർക്കെഴുതിയ ലേഖനം മൊത്തം കിടക്കുന്നത്. ഈ നീതി എന്താണെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ നീതി, അത് നീതിമാൻ അങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആ നീതി വിശ്വാസത്താലും വിശ്വാസം മുഖേനയുമാണ് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എവിടെയാണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? എവിടെയാണ് എഴുതിയിരിക്കുന്നത്? അത് ഹബക്കുക്ക് എടുക്കാം. ഹബക്കുക്ക് 2-ാം അധ്യായം എടുക്കി. ഹബക്കുക്ക് 2-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിച്ചു. ഹബക്കുക്ക് 2-ാം അധ്യായം 4-ാം വാക്യം. അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. ഈ വാക്യം പൗലോസ്ലീഹ കോട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ, കേട്ടോ. അതാണ് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഗ്രൂപ്പാണ് അല്ലേ? ഗ്രൂപ്പ് ആരൊക്കെയാണ്? റോമാസഭയിലെ 2 ഗ്രൂപ്പുകൾ ആരൊക്കെയാണ്? യവനന്മാരും യഹൂദന്മാരും. അവരുടെ പ്രശ്നം എന്താണെന്നുള്ള മറന്നുപോയോ? എന്താണ് പ്രശ്നം? യഹൂദന്മാരിപ്പോൾ തിരിച്ചു വന്നു. ക്ലൗദിയോസിൻ്റെ കൽപ്പനയാൽ, അല്ല, നീറോ ചക്രവർത്തിയുടെ കൽപ്പനയാൽ റോമയിൽ നിന്ന് തിരിച്ചു പോകാൻ പറഞ്ഞ, അല്ലെങ്കിൽ ആ രാജ്യം വിടാൻ പറഞ്ഞ യഹൂദന്മാരോട് നീറോ ചക്രവർത്തി പറഞ്ഞു, നിങ്ങളിങ്ങനെ തിരിച്ചു വരണം, കാരണം ഇവർ വന്നാലേ രാജ്യം അഭിവൃദ്ധിപ്പെടത്തുള്ളൂ. കാരണം പണി ചെയ്യാനറിയാവുന്ന യഹൂദന്മാർക്കാണ് ഇപ്പോഴും. അമേരിക്കൻ കോൺസുലേറ്റിലൊക്കെ ജ്യൂസാണ് ഏറ്റവും കൂടുതലുള്ളത്. പണി ചെയ്യാനറിയാം എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികൾ ഒരു കാലത്ത് വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ നാഷണലൈസേഷനും ഇൻഡിജിനൈസേഷനും ഒക്കെ വരുത്തിയതുകൊണ്ട് അവരുടെ രാജ്യത്തെ ആൾക്കാരെയൊക്കെ എംപ്ലോയ്മെൻറ്റിന് വെച്ചിട്ടുണ്ട്. മലയാളികൾ ഇവിടെ കഷ്ടപ്പെട്ടില്ലെങ്കിലും അവിടെ കിടന്ന് മുണ്ടുമുറുക്കി കഷ്ടപ്പെടും. ഒരു മാണവുമില്ല, ഒരു മടിയുമില്ല. നല്ലതാണത്. എന്തുകൊണ്ടാണ് ഇത് ഇവിടെ ചെയ്യാത്തതെന്നുള്ളൊരു ചോദ്യമേ ഉള്ളൂ. എന്നോടാണ് ഞാൻ ചോദ്യം. ഞാൻ ആരെയും കളിയാക്കിയതല്ല. നമ്മൾ അവിടെ ചെന്ന് മുണ്ടുമുറിയെ പണിയെടുക്കും, ഇവിടെ ചെയ്യില്ല. അപ്പോൾ അവർക്ക് നമ്മളെ ആവശ്യമാണ്. അന്നും ആവശ്യമാണ്, ഇന്നും ആവശ്യമാണ്. മലയാളികളെല്ലാം തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക്, കുറച്ച് നാളത്തെങ്കിലും രാജ്യം ഒന്നും ഒലയും. കാരണം പണി ചെയ്യും കിടന്നു എന്ന് പറഞ്ഞ പോലെയാണ് യഹൂദന്മാർ റോമായിൽ നല്ല മിടുക്കന്മാരായിട്ട് അവരുടെ രാജ്യ ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ വിദഗ്ധമായി ഭരണസേവനം ചെയ്തുകൊണ്ടിരുന്നതിനാൽ നീറോ ചക്രവർത്തിക്ക് മനസ്സിലായി ഇവരെ പറഞ്ഞു വിട്ടത് ശരിയായില്ല. ക്ലൗദിയോസ് ചക്രവർത്തി പറഞ്ഞു വിട്ടിരുന്നു. അപ്പോൾ അവരെല്ലാം തിരിച്ചു വരുത്തി. തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി? അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളായി മാറിയ യവനന്മാർക്ക് അവർ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. യഹൂദനൊരു മുൻകോയ്മയുണ്ട്, എപ്പോഴും ഉണ്ട്. അതുപോലെ സ്ലേഹ താഴോട്ട് പിന്നെ അത് പഠിപ്പിക്കുന്നുണ്ട്. യഹൂദന് എന്ത് വിശേഷതയാണുള്ളത്? ഉണ്ട്, ഒരു വിശേഷതയുണ്ട്. യഹൂദ ആ ഗോത്രത്തിൽ നിന്നാണ് കർത്താവ് പിറന്നത്. അതുപോലെ ദാവീദിൻ്റെ സന്തതിയായിട്ടാണ് പിറന്നത്. യഹൂദ ജനം സ്വന്തം ജനമാണ്. ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നതല്ല, യഹൂദന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഇവർ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ യഹൂദനേക്കാളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ യവനന്മാരായിരുന്നവർ, ക്രിസ്ത്യാനികളായവർക്ക് ഒരു സ്വാധീനം അവിടെ ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ രണ്ടാമത് വന്നവരെ, യഥാർത്ഥമായ വിശ്വാസത്തിൽ വന്ന യഹൂദന്മാരെ
പ്രത്യേകിച്ച് അവർക്ക് വേറൊരു അടയാളം കൂടെ അവർക്കുണ്ട്. എന്താണ് അഡ്വാൻറ്റേജ്? അന്ന് നമ്മൾ കാണുന്ന പോലെയല്ല, ഈ വിഷയം അന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. യഹൂദന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? പരിച്ഛേദന ചെയ്തവരാണ്. അപ്പോൾ അവർക്കൊരു മേൽക്കോയ്മ ഉണ്ടെന്ന് അവർക്ക് തന്നെ ഒരു തോന്നലുണ്ട്. മറ്റേ അഹം, മറ്റേ സാധനം, എളിമയില്ലായ്മ. അവർക്കിത് യവനന്മാർ ക്രിസ്ത്യാനികളായിട്ട് പരിച്ഛേദന ഇല്ലാതെ ക്രിസ്ത്യാനികളായി തുടരുന്നതിനെ അവർക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു നിർത്തിയിരിക്കുന്നതുകൊണ്ട് അവരങ്ങ് ഏറ്റെടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു വിഷയത്തെപ്പറ്റി പത്രോസും പൗലോസും തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ടുണ്ട്. ഉഗ്രവാദം അതെഴുതിയിട്ടുണ്ടല്ലേ, ഉഗ്രവാദം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പത്രോസിനെ പൗലോസ് ശകാരിക്കുന്നുണ്ട്. ഓർത്തോണം, പത്രോസിനെ പൗലോസ് ശകാരിക്കുക. നീ യഹൂദനായിരിക്കെ യഹൂദ മര്യാദ പ്രകാരമല്ല, ജാതികളുടെ മര്യാദ പ്രകാരമാണ് നടക്കുന്നതെങ്കിൽ നീ എന്തിനാണ് ഈ മര്യാദ പഠിപ്പിക്കാൻ വരുന്നത് എന്ന് പത്രോസിനെ പൗലോസ് ശകാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു വിഷയമാണെന്ന്. ഈ യവനന്മാർ അവിടെ ആധിപത്യം സ്ഥാപിച്ചതുകൊണ്ട് യഹൂദന്മാർ വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഇവർ തമ്മിൽ ക്ലാഷായി. ഞങ്ങൾ പരിച്ഛേദനയേറ്റവരാണ്, ഞങ്ങൾ കുറച്ചു കാലം ഇവിടെ ഇല്ലായിരുന്നു, കാര്യമൊക്കെ ശരിയാണ്, ഞങ്ങൾ പക്ഷേ പരിച്ഛേദനയേറ്റവരാണ്, നിങ്ങളതൊന്നും ഏറ്റവരല്ല, അപ്പോൾ അത് കണ്ടും കേട്ടുമൊക്കെ നിന്നാൽ മതി എന്നുള്ള ഒരു രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ആയിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസഹേതുവായാണ് വെളിപ്പെടേണ്ടത്. അല്ലാതെ നിങ്ങൾ പരിച്ഛേദന ഏറ്റു എന്നുള്ള കാര്യം കൊണ്ടോ പരിച്ഛേദന ഏറ്റില്ല എന്നുള്ളത് കൊണ്ടൊന്നുമല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ദൈവത്തിൻ്റെ നീതി? എന്താണ് നീതി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്താണ് നീതി? എന്താണ് ദൈവത്തിൻ്റെ നീതി? മനുഷ്യരുടെ നീതി. രണ്ട് നീതിയും അറിയണം. രണ്ട് നീതികളുണ്ട്, ദൈവത്തിൻ്റെ നീതി, മനുഷ്യരുടെ നീതി. നമ്മൾ നീതി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? ഇപ്പോഴത്തെ വാർത്താ ചാനലുകളിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന വലിയൊരു സമൂഹത്തെ കാണാം. തെറ്റ് ചെയ്തവരാണെങ്കിലും കൊള്ളാം, ചെയ്യാത്തവരാണെങ്കിലും കൊള്ളാം, അവരെല്ലാം നീതിക്ക് വേണ്ടിയാണ് ദാഹിക്കുന്നത്. എന്നിട്ട് അവസാനം കോർട്ടിൽ നിന്ന് ഒരു വിധി വരും. അപ്പോൾ ജയിച്ച ആൾ പറയും, എനിക്ക് എന്ത് കിട്ടിയെന്ന് പറയും? നീതി കിട്ടിയെന്ന് പറയും, അല്ലേ? വിവിധ പ്രശ്നങ്ങളിൽ നമ്മൾ നീതി കണ്ടെത്തുന്നത് കോടതികളിലാണ്, അല്ലേ? അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, ദൈവത്തിൻ്റെ നീതി വിശ്വാസഹേതുവായാണ്. എന്താണ് ദൈവത്തിൻ്റെ നീതി? ഈ നമ്മൾ ഭൂമിയിൽ നിവർത്തിക്കപ്പെടുന്ന നീതിയുമായിട്ട് ദൈവത്തിൻ്റെ നീതിക്ക് ഒരു ബന്ധവുമില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നീതി എന്നുള്ള വാക്കിന് മലയാളത്തിൽ നമ്മൾ മാനുഷിക നീതി എന്ന് പറയുന്നതിനും ദൈവിക നീതി എന്ന് പറയുന്നതിനും ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ദൈവിക നീതി എന്ന് പറയുന്നത് നമ്മൾ മാനുഷികമായി കണ്ടെത്തുന്ന നീതിയുമായിട്ടൊരു ബന്ധവുമില്ല. ഉദാഹരണം, ഇപ്പോൾ പൊതുയോഗത്തിൽ ഒരു വിഷയമുണ്ടായി എന്ന് വിചാരിക്കുക. പുരോഹിതനും ജനങ്ങളും തമ്മിൽ ഒരു വിഷയമുണ്ടായി. അല്ലെങ്കിൽ പൊതുയോഗത്തിൽ രണ്ട് ഗ്രൂപ്പ്. അതിൽ ഒരു ഗ്രൂപ്പ് പുരോഹിതനോട് ഇടഞ്ഞു. പുരോഹിതൻ നിക്കക്കള്ളിയില്ലാതെ കോടതിയിൽ പോയി കേസ് കൊടുത്ത് അവസാനം കേസ് പുരോഹിതന് എതിരായിട്ട് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ജനം എന്ത് പറയും? ഞങ്ങൾക്ക് നീതി കിട്ടിയെന്ന് പറയും, അല്ലേ? നീതി ദേവത ഞങ്ങളെ കടാക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ പറയും. ആ നീതിയല്ല ദൈവത്തിൻ്റെ നീതി. എന്തുകൊണ്ടാണ് നീതി കിട്ടിയെന്ന് നമ്മൾ പറയുന്നത്? ഈ രാജ്യത്ത് ചില നിബന്ധനകളുണ്ട്, ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ ചെയ്ത തെറ്റിനെ കണ്ടെത്തുന്നത്. അതിന് തെളിവുകൾ വേണം. തെറ്റാണോ ശരിയാണോ എന്നുള്ളതിനേക്കാൾ തെളിവുകളാണ് ലോകനീതിക്ക് ആധാരം.
തെറ്റ് ചെയ്യുന്നവൻ തെറ്റിനെ സമർത്ഥിക്കാനായിട്ട് എതിരായ തെളിവുകൾ, അതായത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ തെളിവുകൾ കൊണ്ടുവന്നാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും കോടതി വിധിക്കുന്നത് അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നായിരിക്കും. അവനും പറയും എനിക്ക് നീതി കിട്ടിയെന്ന് പറയും. ശരിക്കും തെറ്റ് ചെയ്യാത്തവൻ ചിലപ്പോൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അവൻ പറയും എനിക്ക് നീതി കിട്ടിയില്ല എന്നൊക്കെ പറയും. ഇതാണ് ലോകനീതിയുടെ പ്രശ്നം. കാരണം ആ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ സംഹിത അങ്ങനെയാണ്. ഒരു രാജ്യത്തിൻ്റെ നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ് നീതി ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്? അല്ല, വിശ്വാസം ഹേതുവായെന്നുള്ളതൊക്കെ വിട്, അതൊക്കെ ഇപ്പം വിടുക. ഞാനിപ്പോൾ പറഞ്ഞ ഉദാഹരണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഉത്തരം പറയുക. ഈ ലോകത്തിൻ്റെ നീതി, ലോകം ഇപ്പോൾ ഇന്ത്യയിൽ ഒരു നീതി സംഹിതയുണ്ട്, അല്ലെങ്കിൽ നീതി നിർവഹണമുണ്ട്. അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ നിയമസംഹിത, ഭരണഘടന അനുസരിച്ചുള്ള, അതിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ഈ നീതി കിട്ടുന്നത്, അല്ലാത്തവർക്ക് കിട്ടത്തില്ല. അതിന് ലംഘനമായിട്ട് ചെയ്യുന്ന കാര്യമാണ് കോടതിയിൽ വിധിയായിട്ട് വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ വണ്ടി ഓടിക്കുന്നത് ഇടതുവശത്തൂടാണ്. അമേരിക്കയിൽ ചെന്നാൽ അങ്ങനെയല്ല, വലതുവശത്തൂടാണ്. ആ രാജ്യത്തിൻ്റെ നിയമം അങ്ങനെയാണ്, ഈ രാജ്യത്തിൻ്റെ നിയമം ഇങ്ങനെയാണ്. എങ്ങനെയാണ്? ഇവിടെ ഇടതുവശത്തൂടാണ്. ഞാൻ ഇന്ത്യക്കാരനായിരിക്കെ അമേരിക്കയിൽ ചെന്ന് കാർ എടുത്തുകൊണ്ട് വലതുവശത്തൂടെ ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നാം ഞാൻ ചെയ്തതിൽ തെറ്റില്ലെന്ന്. കാരണം ഞാൻ ഇന്ത്യയിൽ അങ്ങനെയാണ് ഓടിക്കുന്നത്. പക്ഷെ അവിടുത്തെ നിയമം അതല്ല, അവിടെ അത് അനീതിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ നീതിയും അനീതിയും തീരുമാനിക്കുന്നത് ആ രാജ്യത്തിലെ നിയമങ്ങളാണെങ്കിൽ ദൈവത്തിൻ്റെ നീതി തീരുമാനിക്കുന്നത് എന്താണെന്നാണ് എൻ്റെ ചോദ്യം. ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളാണ്, അത് പാലിക്കുക എന്നുള്ളതാണ് നീതി. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്? ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിങ്ങനെ മത്തായിയുടെ സുവിശേഷം എടുത്തു കഴിഞ്ഞാൽ കർത്താവ് ഗിരിപ്രഭാഷണങ്ങളിൽ കൂടി പഠിപ്പിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ നീതി എന്താണ്? 5, 6, 7 അധ്യായങ്ങൾ മുഴുവൻ അത് തന്നെ, ദൈവരാജ്യത്തിൻ്റെ നീതി. ഒന്നാമത്തെ ദൈവരാജ്യത്തിൻ്റെ കൽപ്പന എന്ന് പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഒന്ന് ആഞ്ഞ് ചിന്തിച്ചു നോക്കിയാൽ ഒന്നാം പ്രമാണ ലംഘനം നമ്മൾ നടത്തുന്നുണ്ട്, എല്ലാ ദിവസവും നടത്തുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കൽപ്പന തെറ്റിയേ? ഇതാണ് ന്യായപ്രമാണത്തിലെ ആദ്യത്തെ കൽപ്പന. കർത്താവ് പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ്. അല്ലാതെ നിന്റെ ദൈവമായ കർത്താവ് ഞാനാവുന്നു, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകുന്നുള്ളത് പഴയ നിയമത്തിലെയാണ്. പുതിയ നിയമത്തിലെ ആദ്യത്തെ കൽപ്പന എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഒന്നാലോചിക്കുക, ആഞ്ഞൊന്നാലോചിച്ചോ, കുറച്ചു നേരം ഇരുന്ന് ഒന്നാലോചിച്ചേ. സ്നേഹിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ സ്നേഹിച്ചിട്ടില്ല. എളുപ്പമല്ലത്. ഇനി അതിൻ്റെ അടുത്ത കൽപ്പന, രണ്ടാം കൽപ്പന എന്താണ്? അത് അതിനേക്കാളീ പാടാണ്. എന്താണ്? നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. നല്ല കാര്യമായിപ്പോയി. അങ്ങനെയാണെങ്കിൽ അവൻ അതിന് മാന്താൻ വരുമ്പോൾ എടുത്തോ മോനെന്ന് പറയേണ്ടി വരും. കേസ് കൊടുക്കാൻ പോകത്തില്ല. നടക്കൂ? സഭയെ നടക്കുന്നില്ല, പിന്നല്ലേ വ്യക്തിയിൽ? സഭയെ നടക്കുന്നുണ്ടോ? ഇല്ലെന്നേ. അപ്പോൾ രണ്ട് കൽപ്പന, ആദ്യത്തെ രണ്ടും തെറ്റിയേ? ആദ്യത്തേതേ തെറ്റി. പിന്നെ ഇനിയും താഴോട്ട് മത്തായിയുടെ സുവിശേഷം 5 അധ്യായം 5, 6, 7 മൊത്തം വായിച്ചു. കൊല ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അല്ല, കൊല ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനെ നിസ്സാര എന്ന് വിളിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാവും. വിളിച്ചിട്ടുണ്ടോ? ആരെങ്കിലും എന്നെക്കാളിൽ മോശമാണെന്ന് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുള്ളൂ. നമ്മളുടെ വേറൊരു വ്യക്തിയെ കാണുന്നത് എങ്ങനെയാണ്? നമ്മളെക്കാൾ താഴെയല്ലേ? പൗലോസ്ലീഹ പറയുന്നുണ്ട്, ശാഠ്യത്താലും ദുരഭിമാനത്താലുമല്ല ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ടെ.
നടക്കത്തില്ല, നടക്കത്തേയില്ല. നടക്കും, അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ജഡീക വാസനയിൽ പറ്റില്ല, ഈ ശരീരത്തിന് അതിനുള്ള കഴിവില്ല. ഇനി നിങ്ങൾ തലകുത്തി നിന്നെന്ന് പറഞ്ഞാലും ബൈ ഡീഫോൾട്ട് ഈ ശരീരത്തിന് കഴിവില്ല. ആ വാക്ക് നിങ്ങൾ ഓർത്തോണം, ബൈ ഡീഫോൾട്ട്. ഞാൻ വേറൊരു കാര്യത്തിനും ഇത് തന്നെ പറയും. ഇനി വേറൊന്നും വായിച്ചേ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ താഴോട്ട് വായിക്കാം. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. കണ്ടു കിടക്കുന്നു. അപ്പോൾ അത് തെറ്റിയേ? കോപിച്ചിട്ടില്ലാത്തവരുന്ന് കൈപൊക്കി. അപ്പോൾ അത് തെറ്റി. എല്ലാവരും കോപിച്ചിട്ടുണ്ട്. നിസ്സാര എന്ന് പറഞ്ഞാലും മൂഢ എന്ന് പറഞ്ഞാലും അഗ്നിനരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് നീ അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒന്നാമത് എന്ന് സഹോദരനോട് നിരന്നുകൊള്ളണം. എന്നിട്ട് വേണം ഇങ്ങനെ കാണിക്കാൻ. എങ്ങനെ കാണിക്കാൻ? സമാധാനം തായോന്ന്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് അവിടെ തന്നുവിടുന്നത്? പട്ടക്കാരൻ തിരുശരീരങ്ങളെ ചുറ്റി കൈയെടുത്ത് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതിൻ്റെ അർത്ഥം? ഒരനുഭവം അല്ലത്, ഒരു സമാധാനത്തിൻ്റെ ഫീലല്ലത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലുണ്ട്, അവൻ നിങ്ങളുടെ സമാധാനം തരുന്നത് കർത്താവിനെ തന്നെയാണ്. ദാ പിടിച്ചോ, കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ നിങ്ങൾ പറയുന്നു, അത് അവിടുത്തെ ആത്മാവിനോടും കൂടെയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ തരുന്നത് യേശു ക്രിസ്തുവിനെയാണ്. പക്ഷേ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ സഹോദരനോട് പിന്നെയും വിരോധം വെച്ചിട്ടാണ് ഈ വിശുദ്ധ കുർബാനയ്ക്ക് സംബന്ധിക്കുന്നതെങ്കിൽ നീതി കിട്ടില്ല. അടുത്തത് വായിച്ചു. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക, അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായിപ്പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല. താഴോട്ടുള്ള ഭാഗങ്ങളിൽ പറയുന്നു, വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പഴയ നിയമത്തിൽ എന്താണ്? വ്യഭിചാരം ചെയ്യരുത് 7-ാമത്തെ കൽപ്പനയാണ്, അല്ലേ? 7-ഓ 6-ഓ? വ്യഭിചാരം ചെയ്യരുത്. അപ്പോൾ പഴയ നിയമത്തിൽ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് ചെയ്യുന്ന ലൈംഗികമായ ഒരു തെറ്റിനെയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ കർത്താവ് അത് വന്നിട്ട് ആ കൽപ്പന എടുത്തങ്ങ് വേറൊരു ഫോമാറ്റ് മാറ്റിക്കളഞ്ഞു. ഇതാണ് ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിക്കുവാനത്രേ വന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തെ പറ്റിയുള്ള അവരുടെ അണ്ടർസ്റ്റാൻഡിങ്, അതായത് ദൈവിക നീതിയെ പറ്റിയുള്ള അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് മോശയുടെ ദൈവം ഒരു ലാക്കോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം പോലെ ചിലർക്കെങ്കിലും അനുഭവപ്പെടുന്നത്. അവർക്ക് അങ്ങനെ പറ്റുന്നുള്ളൂ, അവർക്ക് വെളിവായിട്ടില്ല. പിതാവിൻ്റെ സ്നേഹം പഴയ നിയമത്തിൽ വെളിവായിട്ടില്ല. എല്ലാ നിയമങ്ങൾ അതങ്ങനെ ചെയ്തോണം, ഇങ്ങനെ ചെയ്തോണം. ഇപ്പോൾ വ്യഭിചാരം ചെയ്യരുത്, പക്ഷെ അതിനെ കർത്താവ് ഫോമാറ്റ് ചെയ്തു. ഒരു കാര്യം ശ്രദ്ധിച്ചോളാം, കർത്താവ് തിന്മകളെ ഫോർമാറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ റിജിഡിറ്റി വർദ്ധിച്ചു. നന്മകളെ ഫോർമാറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ സൗന്ദര്യവും വർദ്ധിച്ചു. ഇതിൻ്റെ റിജിഡിറ്റി എങ്ങനെയാണ് വർദ്ധിച്ചത്? വ്യഭിചാരം ചെയ്യരുത്, കടിച്ചു പിടിച്ച് വേണമെങ്കിൽ നമുക്ക് നിൽക്കാം. ഇപ്പം ഞാനിപ്പോൾ കറുത്ത കുപ്പായൊക്കെ ഇട്ട് ഞാനൊരു അവിവാഹിതനാണ്, കടിച്ചു പിടിച്ചൊക്കെ നിൽക്കാം എന്ന് വിചാരിക്കാം. അതല്ല, ഇത് ഇറങ്ങിപ്പോണം, ഇത് ഫ്രീ ആകണം. നമ്മൾ നോമ്പ് നോക്കുമ്പോൾ പറയത്തില്ലേ, ഓ ഈസ്റ്ററായിട്ട് വേണം പോത്തിനെ ഒന്ന് വെട്ടാൻ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഫ്രീ ആയിട്ടില്ല. വ്യഭിചാരം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം
ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. തിരിച്ചുകൊണ്ട് കേട്ടോ, തിരിച്ചും അത് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ വ്യഭിചാരം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എൻ്റെ ഈ ശരീരം അതിൽ നിന്ന് വിമുക്തമാകുവാൻ തക്കവണ്ണമുള്ള ശക്തി നേടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് എല്ലാം വഴിപ്പെട്ടു പോകും. ഇങ്ങനെ ഓരോ കൽപ്പനകളും വായിച്ചു നോക്കിക്കോളൂ. കള്ളസത്യം ചെയ്യരുത്, നിന്റെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത്, ഞാനോ നിങ്ങളോട് പറയുന്നു ദുഷ്ടനോട് എതിർക്കരുത്, നിന്റെ വലത്തെ ചേട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിച്ചു കൊടുക്കുക. അടിക്കുന്നത് പോട്ട്, നമ്മളെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഒരുത്തൻ നമുക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞെന്നൊന്ന് അറിഞ്ഞാൽ മതി. നമ്മുടെ മുഖത്ത് നോക്കി പറയണമെന്നില്ല. നമ്മുടെ ഉള്ളിൽ എന്ത് കയറി വരും? അവനോട് വൈരാഗ്യം കയറി വരും. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഒരു പ്രത്യേകതയാണിത്. അതായത് ബൈ ഡീഫോൾട്ട് നമ്മുടെ ശരീരത്തിന് ദൈവരാജ്യത്തിൻ്റെ കർത്താവ് പറഞ്ഞ നീതി നിർവഹിക്കാൻ പറ്റില്ല. അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും, ബാക്കി നിങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം പ്രമാണിച്ചെങ്കിലേ ഉള്ളൂ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന. കാരണം ബൈ ഡീഫോൾട്ട്. ഇനി നീതി എന്താണെന്ന് പറയാം. നീതി എന്ന് പറഞ്ഞാൽ ദൈവം ബൈ ഡീഫോൾട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ദൈവത്തെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? ദൈവം സ്നേഹമാകുന്നു. ബൈ ഡീഫോൾട്ട് ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹം തന്നെയാകുന്നു, ഒരു സംശയം വേണ്ട. പക്ഷേ ഗോഡ് ഹാസ് ടു അതർ ഡിഫറെൻ്റ് ബൈ ഡീഫോൾട്ട് നേച്ചേഴ്സ്. എന്തൊക്കെയാണെന്നറിയാമോ? ദൈവം പരിശുദ്ധനാകും. ബൈ ഡീഫോൾട്ട് അങ്ങനെയാണ്. സൂര്യനെ നോക്കിയാൽ ഇവിടെ നിന്ന് നോക്കാം, പക്ഷേ അടുത്തോട്ട് ചെല്ലാൻ പറ്റില്ല, ചൂടാണ്. ബൈ ഡീഫോൾട്ട് അങ്ങനെയാണ്. അതുപോലെ തന്നെ ബൈ ഡീഫോൾട്ട് ദൈവം നീതിമാനാകുന്നു. മനസ്സിലായോ? ദൈവം നീതിമാനാകുന്നു. അപ്പോൾ ഈ നീതിമാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്തെ സമീപിക്കുന്നതിന് ഒരു നിലവാരം ദൈവം വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തെ സമീപിക്കണമെങ്കിൽ ഒരു നിലവാരം ദൈവം വെച്ചിട്ടുണ്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ. ആ നിലവാരത്തിലെത്തിയെങ്കിൽ മാത്രമേ ദൈവത്തെ കാണുവാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ പരീക്ഷയ്ക്ക് നമ്മൾ മാർക്ക് വാങ്ങിക്കുന്നത്, ഉയർന്ന മാർക്ക് ലഭിക്കുന്നതുമൊക്കെ പരീക്ഷ പാസ്സായി ഉന്നത വിജയം കരസ്ഥമാക്കുവാനാണ്. പക്ഷെ പരീക്ഷ പാസ്സായാൽ മതി, അല്ലേ? അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പരീക്ഷ പാസ്സായാൽ മതി. 100-ൽ എത്ര മാർക്ക് വേണം? 100-ൽ എത്ര മാർക്ക് വേണം? 35 മാർക്ക് വേണം, അല്ലെങ്കിൽ 30 മാർക്ക് വേണം. എത്രയാണെന്ന് വെച്ചാൽ അത്രയും. 99 മാർക്ക് കിട്ടുന്നവന് ക്ലാസ്സിലെ പ്രത്യേക അംഗീകാരവും അഭിമാനവും ഒക്കെ കിട്ടും, അല്ലേ? എല്ലാവരും മാനിക്കും, റാങ്ക് കിട്ടും, ഡിസ്റ്റിങ്ഷൻ ലെവലിൽ അവന് വലിയ അപ്രീസിയേഷനൊക്കെ കിട്ടും. 35 മാർക്ക് വാങ്ങിച്ചവനെയും 99 മാർക്ക് വാങ്ങിച്ചവനെയും നമ്മൾ ഒരേ രീതിയിലാണോ കാണുന്നത്? അല്ല, വ്യത്യാസമുണ്ട്. അവൻ്റെ പഠിത്ത നിലവാരത്തിൽ വ്യത്യാസമുണ്ട്. ദൈവരാജ്യത്തിൽ അങ്ങനല്ല. നീ എല്ലാം പാലിച്ചു, 99 മാർക്കും വാങ്ങിച്ചു, 1-ൽ തെറ്റിപ്പോയി. തെറ്റിയാൽ മാർക്ക് 0 പോകും. അത് പിന്നെ യാക്കോബ് പറയുന്നുണ്ട്, ന്യായപ്രമാണം എല്ലാം പാലിച്ചിട്ട് 1-ൽ തെറ്റിപ്പോയാൽ എല്ലാം പോയി. അങ്ങനെ ആകുമ്പോൾ ഞാൻ സ്വർഗത്തിൽ പോകുമോ? നിങ്ങൾ പറ. അല്ല, നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ? നിങ്ങൾ പറ. പോകുമോ? പോകത്തില്ലെന്നേ. അപ്പോൾ പരിപാടി നിർത്തുമല്ലേ? അടുത്ത ആഴ്ച വന്നിട്ട് കഥയൊന്നുമില്ല, ആരും പോകാനൊന്നും പോകുന്നില്ല. കാരണം ദൈവത്തിൻ്റെ നീതിയുമായിട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് സ്വർഗരാജ്യം കിട്ടില്ല.
കാരണം ദൈവം പരിശുദ്ധനാണ്, ദൈവം നീതിമാനാണ്, അതുപോലെ തന്നെ ദൈവം നീതീകരിക്കുന്നവനുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ എത്ര ശ്രമിച്ചാലും ഈ ശരീരം കൊണ്ട് അതിന് പറ്റില്ല. കാരണം ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ, കർത്താവ് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അവൻ്റെ രാജ്യത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ 1 നാഴിക നടക്കുവാൻ ആഗ്രഹിക്കുന്നവനോട് 2 നാഴിക പോകണം. 1,00,000 രൂപ നിങ്ങളോട് കടം ചോദിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം എടുത്ത് കൊടുക്കണം. അങ്ങനെ എനിക്ക് അബദ്ധം പറ്റിയിട്ടുള്ള ആളാണ്, അതുകൊണ്ട് പറയുന്ന. പക്ഷെ വാങ്ങിക്കുന്നവർ അതുകൊണ്ടങ്ങ് പോവുക, അതുകൊണ്ട് നമ്മൾ പേടിച്ച് കൊടുക്കുകയില്ല. പക്ഷെ കർത്താവ് പറയുന്നത് എന്താ? അവിടെയും അടുത്ത റൂൾ വന്നിട്ടുണ്ട്. നിന്നോട് അപഹരിച്ചുകൊണ്ട് പോകുന്നവനോട് തിരിച്ചു ചോദിക്കരുത്. സ്വർഗ്ഗത്തിൽ പോകുമോ? പറ. ഇവിടെ 10 രൂപ വാങ്ങിച്ചുകൊണ്ട് പോയാൽ 10 മാസം പുറകെ നടക്കും, അല്ലേ? നിന്നോട് അപഹരിച്ചുകൊണ്ട് പോകുന്നവനോട് മടക്കി ചോദിക്കരുത്. ഉടുപ്പ് ചോദിക്കുന്നവനോട് പുതപ്പൂടെ വിട്ടുകൊടുക്കുക. ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്. നമ്മളിവിടെ നമ്മുടെ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടോ നമ്മുടെ ധനവുമായിട്ട് ബന്ധപ്പെട്ടോ ഏത് കാര്യത്തിലാണെങ്കിലും ആരെങ്കിലും നമ്മളിൽ നിന്ന് ചെറുതായിട്ട് അപഹരിച്ചാൽ ഉടനെ നമ്മൾ കൊണ്ടുപോയി കേസ് കൊടുക്കത്തില്ലേ? ഈ കേസ് എവിടെ വിടണമെന്നറിയാമോ? ദൈവത്തിന് വിടണം. അവൻ നീതി നടപ്പാക്കിക്കൊള്ളും. അപ്പോൾ നീതി എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ സമ്പൂർണമായി അനുസരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് 1 കുറഞ്ഞു. 1 കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 0 എന്നാണ്. പോയില്ലേ? പരിപാടി കഴിഞ്ഞില്ലേ? അതാണ്. അപ്പോൾ ഞാൻ വലിയ ക്രിസ്ത്യാനിയാണ്, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മേൽ കർത്താവ് അങ്ങ് പ്രസാദിച്ചു, ഞാൻ രോഗശാന്തി നടത്തി, അത്ഭുതം പ്രവർത്തിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നവരോട് കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? എന്താ പറയുന്നതെന്നറിയാമോ? എടുക്ക്. അനീതി പ്രവർത്തിക്കുന്നവരെ എന്നാണ്. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ആ വാക്യം എടുക്കാമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 27-ാം വാക്യം. നമ്മൾ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചു, കർത്താവിൽ അങ്ങോട്ട് പ്രാർത്ഥനകൾ നടത്തി, കൂട്ടായ്മ നടത്തി, ലൈറ്റ് ഷോയൊക്കെ വെച്ചിട്ട് അത്ഭുതങ്ങൾ നടത്തി. ഇപ്പോഴത്തെ അത്ഭുതങ്ങളെല്ലാം ലൈറ്റ് ഷോ വെച്ചുകൊണ്ടാണ്. സൗണ്ട്സ് ആൻഡ് ലൈറ്റ്സ് ക്രമീകരണമില്ലെങ്കിൽ ഒരത്ഭുതവും നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ശ്രദ്ധിച്ചേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലൂക്കോസ് 13:27 അല്ലേ? അവനോ ആരോടാ അത് പറയുന്നത്? അവരോട് കർത്താവ് പറയുകയാണ്. ലൂക്കോസ് 13:27 അല്ലേ? 27-ന്റെ അവസാനം, അനീതി പ്രവർത്തിക്കുന്നവരെ. കാരണം ഇവരെന്താ പറഞ്ഞത്? ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. അപ്പോൾ ഇതെല്ലാം അനീതിയായിപ്പോയി. എന്താണ് കാര്യം? അത്ഭുത പ്രവൃത്തികൾ വരങ്ങളാണ്, ഫലങ്ങളാണ് നീതി. എന്താണ് ഞാൻ പറഞ്ഞത്? അത്ഭുത പ്രവൃത്തികൾ വരങ്ങളാണ്. ഇപ്പോൾ ഞാനിവിടെ നിന്ന് നിങ്ങൾക്ക് വചനം ഉപദേശിച്ചു തരുന്നു. ഇതൊരു വരമാണ്. ഞാനിത് പ്രമാണിച്ചില്ലെങ്കിൽ ഞാനും അനീതി ചെയ്യുന്നവനാവും. വചനം പറഞ്ഞു എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആരും രക്ഷപ്പെടണമെന്ന് വിചാരിക്കേണ്ട. വചനം കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടും രക്ഷപ്പെടില്ല. ഇത് പാലിക്കണം, നീതി നടപ്പാക്കണം. എന്നാൽ നീതി നടപ്പാക്കുവാൻ ഈ ശരീരം ഒട്ട് സമ്മതിക്കത്തുമില്ല. അതാണ് പ്രശ്നം. ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഞെളിവിരി കൊള്ളുന്ന ആത്മീക അവസ്ഥയാണ് നമുക്കുള്ളത് സത്യത്തിൽ. അപ്പോൾ ഇതാണ് അനീതി. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യം ഒന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യം. കർത്താവ് പറയാണ്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയണം. അതെന്താണ് അതിൻ്റെ അർത്ഥം? അതായത് പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ പറയാം. കർത്താവയുടെ പഴയ നിയമത്തിൻ്റെ ഭാഷയൊക്കെയാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. അതായത് പഴയ നിയമത്തിനനുസരിച്ച് എന്താണ് അവരുടെ നീതി. ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങളുടെ നീതി അവരുടെ നീതിയെ കവിയണം. അവരുടെ നീതി എന്താണ്? പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനെ നിസാര എന്ന് വിളിക്കുവാൻ പാടില്ല.
നിന്നോട് 1 നാഴിക നടക്കുവാൻ പറയുന്നവനോട് 2 നാഴിക പോകുക. അതെന്താണ് ആ സാഹചര്യം എന്നറിയാമോ? ഈ റോമൻ പടയാളികൾ അവർ വഴിയെ കൂടെ നടക്കുമ്പോൾ അവർ കൊണ്ട് നടക്കുന്ന സാമഗ്രികളുണ്ട്. അപ്പോൾ ഏതെങ്കിലും യഹൂദനെ കണ്ടെങ്കിൽ വിളിക്കും, വാടാ ഇവിടെ എന്ന് പറയും, ഇത് പിടിക്കാൻ പറയും, എൻ്റെ കൂടെ അരമന വരെ നടന്നു വാ എന്ന് പറയും. അത് കണ്ടിട്ടാണ് കർത്താവ് പറയുന്നത്, അവൻ നിന്നോട് അങ്ങനെ പറഞ്ഞാൽ നീ അവനെ അരമനയല്ല, നീ അവനെ വീട്ടിൽ കൊണ്ട് വിട്ടോളാൻ. പുതിയ നിയമ ഭാഷയിൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, നിങ്ങളോട് അനീതി ചെയ്യുന്നവരെ കുറച്ചും കൂടെ സ്നേഹിക്കണം. അതായത് നിന്റെ കയ്യിൽ നിന്ന് 1,00,000 രൂപ ഒരുത്തൻ അപഹരിച്ചുകൊണ്ട് പോയി. അവൻ തന്നെ വന്ന്, അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാർ വന്ന് വീണ്ടും 1,00,000 കൂടെ ചോദിക്കുകയാണ്. കൊടുക്കണം. നടക്കൂ? കഴിഞ്ഞ പ്രാവശ്യം തന്ന എവിടാന്ന് ചോദിക്കും നമ്മൾ, അല്ലേ? അങ്ങനല്ലേ ചോദിക്കുള്ളൂ. അപ്പം കഴിഞ്ഞില്ലേ? ദൈവരാജ്യത്തിൻ്റെ നീതി വല്ലതും നടന്നോ? ഒന്നും നടന്നില്ല. എന്നിട്ട് നമ്മളിങ്ങനെ പറയുക, നമ്മൾ കർത്താവിൻ്റെ വലിയ, ഞാൻ ആ കർത്താവില, ഞാൻ ഇന്നലെയും കുർബാന അനുഭവിച്ചു, ഇന്നും കുർബാന അനുഭവിക്കും, നാളെയാണ് ഞാൻ ദിവസമായിട്ട് എല്ലാ ദിവസവും കുർബാന അനുഭവിക്കുന്ന ആളാണ്. എന്തി ശക്തി എവിടെ? കുർബാനയൊക്കെ അനുഭവിക്കുന്നുണ്ട്, ദൈവരാജ്യത്തിൽ പോകുമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, നിത്യജീവന് കിട്ടുമെന്ന്. നിത്യജീവന് കിട്ടണമെങ്കിൽ ഈ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ഈ ശരീരത്തിന് ഈ നീതി നിർവഹിക്കാനുള്ള ശക്തി ലഭിക്കണം. അപ്പോൾ നീതി എന്ന് പറഞ്ഞാൽ പാപത്തിന് എതിരാണ് എന്നുള്ള കാര്യം സദൃശവാക്യങ്ങൾ 14:14 പറയുന്നുണ്ട്. വായിക്കാമോ? സദൃശവാക്യങ്ങൾ 14:14 ആ അധ്യായം മുഴുവനും ഈ വിരോധപരമായ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. സദൃശവാക്യങ്ങൾ 14:14 വായിച്ചേ. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന്, അയ്യോ ആ വാക്യമല്ലല്ലോ, സദൃശവാക്യങ്ങൾ 14:34 നോക്കി, 34 ആകുമ്പോൾ നോക്കി. 14 എത്രയാണ്? 34. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനം. ഞാൻ ആ വാക്യം എടുക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഈ അധ്യായം മുഴുവനും നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഉദാഹരണം 25 വാക്യം എന്ന് വായിച്ചേ. ഉദാഹരണത്തിന്, സത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു, ഭോഷ്ക് വിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സത്യസാക്ഷിയുടെ ഓപ്പോസിറ്റാണ് ഭോഷ്ക് വിശ്വസിക്കുന്നവൻ. ഇനി അതിന് മുമ്പുള്ള വാക്യം വായിച്ചേ. ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം, മൂഢന്മാരുടെ ഭോഷത്വം തന്നെ എന്ന് പറഞ്ഞാൽ ജ്ഞാനിയുടെ എതിർ വാക്കാണ് മൂഢൻ, അല്ലേ? അതുപോലെ ഇങ്ങനെ എതിർ വാക്കുകൾ. 32 വാക്യം വായിച്ചേ. ദുഷ്ടന് തൻ്റെ ദുഷ്ടതയിൽ വീഴ്ച വരുത്തും നീതിമാനോ. അപ്പോൾ ദുഷ്ടൻ നീതിമാൻ. ഇതാണ് ആ കമ്പാരിസൺ. അവിടെ എഴുതിയിരിക്കുന്ന കമ്പാരിസണാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനിയും 13 വാക്യം, വിവേകമുള്ളവൻ മൂഢൻ. കണ്ടോ? 13 വാക്യം, വിവേകമുള്ളവൻ്റെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങിപ്പാർക്കുന്നു, മൂഢന്മാരുടെ അന്തരംഗത്തിൽ ഉള്ളതോ വെളിപ്പെട്ടു വരുന്നു. ഇപ്പോൾ ഇവിടെ വിവേകമുള്ളവൻ മൂഢൻ. ഇനി അടുത്ത വാക്യം വായിരെ. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനം എന്ന് പറഞ്ഞാൽ നീതി എന്നുള്ളതിൻ്റെ ആത്മീകമായ എതിർവാക്ക് എന്ന് പറഞ്ഞാൽ അനീതി എന്നാണ്. എങ്കിലും ആ അനീതിയുടെ അർത്ഥം പാപം എന്നാണ്. അപ്പോൾ നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞാൽ പാപം ചെയ്യാത്തവൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന അർത്ഥം. അല്ലാതെ കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് അവിടെ നിന്ന് കേസും വാദിച്ച് ജയിച്ചു വന്നിട്ട് എനിക്ക് നീതി കിട്ടിയെന്ന് പറയുന്ന ആ നീതിയുമായിട്ട് ദൈവിക നീതിക്ക് യാതൊരു ബന്ധവുമില്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. 6-ാം അധ്യായം 1-ാം വാക്യം. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പോൾ നമ്മളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുക എന്ന് പറഞ്ഞാൽ അർത്ഥം
കർത്താവ് പറഞ്ഞത് അതുപോലെ പ്രമാണിച്ചെങ്കിലേ അത് കവിയുള്ളൂ. നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ നീതി കർത്താവ് പറയുന്ന അതുപോലെ പ്രമാണിച്ചെങ്കിലേ ഇത് കവിയുള്ളൂ. പക്ഷെ നമ്മൾ കവിയുന്ന തരത്തിലേക്ക് ആരും എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, ഇവിടെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ മറ്റൊരു പ്രശ്നം കൂടെ മറിഞ്ഞു കിടപ്പുണ്ട്. ഈ പാപം ന്യായീകരിക്കുന്ന ഒരവസ്ഥയുണ്ട് നമുക്ക്. അതായത് റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് തിരിച്ചു വന്നേ, റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് തിരിച്ചു വരിക. അവിടെ ഇനി 18-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിക്കുക. അവിടെ ഒരു കാര്യം പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ നീതി എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി അനീതി എന്താണെന്ന് നമ്മൾ മനസ്സിലായി. അനീതി എന്ന് പറഞ്ഞാൽ പാപമാണ്. എന്നാൽ ഈ പാപത്തെപ്പറ്റി നമുക്കുള്ള ധാരണ എന്താണ്? എന്നാലേ അനീതിയുടെ ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞു, ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ ചെറുതാണ്. പക്ഷേ ഭൂമിയുടെ 13 ലക്ഷം ഭൂമി ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ സൂര്യൻ്റെ വലിപ്പം ഭൂമിക്ക് വരികയുള്ളൂ. അടുത്ത് എന്നാലേ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിചാരം മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് വലിയ പാപവും നമ്മൾ ചെയ്യുമ്പോൾ അത് വലിയ കാര്യമല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. ഉദാഹരണം, പത്രത്തിലൊക്കെ നമ്മൾ വായിക്കുകയാണ്, കോടികളുടെ അഴിമതി. നമുക്കന്നേരം നമ്മുടെ വികാരങ്ങളൊക്കെ അങ്ങ് ഉണരും. ഇവനൊക്കെ എന്തിനാണ് രാഷ്ട്രീയക്കാരനാകാൻ പോയത്? ഒരു മര്യാദയൊക്കെ വേണ്ടേ എന്നൊക്കെ നമ്മൾ ചോദിക്കും, അല്ലേ? എന്നാൽ ഈ പറയുന്നവൻ തന്നെ അവൻ്റെ ഓഫീസിൽ ചിലപ്പോൾ ഒരു 10 രൂപയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും. അതവന് വലിയ പാപമായിട്ട് തോന്നുന്നില്ല. ചെറിയ കാര്യമല്ലേ, 10 രൂപയുടെ കേസ് കേട്ടല്ലേ, കൊടുക്കണ്ട. അല്ലെ, കടകളിലൊക്കെ ചെല്ലുമ്പോൾ ബാക്കിക്ക് വരെ മുട്ടായി എടുത്തിരുന്ന പരിപാടിയില്ലേ, കണ്ടിട്ടുണ്ടോ? ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അത് കൊടുക്കാതിരിക്കുന്നതാണ്. ചെറിയൊരു പരിപാടി. അതെന്തുകൊണ്ടാണ് അത് ചെറുതായിട്ട് തോന്നുന്നത്? ദൈവത്തോട് അടുത്തിട്ടില്ല. കർത്താവ് അതും പൊറുക്കില്ല. നമ്മളുടെ വിചാരം വലിയ തിന്മകളൊക്കെ ചെയ്യുന്നത് വലിയ പാപമായിട്ടും ചെറുതായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ വലിയ കുഴപ്പമില്ല. അതുകൊണ്ടാണ് കർത്താവ് സൂക്ഷ്മതയോടെ പറഞ്ഞത്, സ്ത്രീയോ പുരുഷനെയോ ഹൃദയം കൊണ്ട് മോഹിച്ചാൽ വ്യഭിചാരം ചെയ്തത് പോലെ തന്നെയാണ്. അപ്പോൾ വ്യഭിചാരം ചെയ്തതും ഈ മോഹിക്കുന്നതിനും ഒരേ കൂലിയാണ്. അപ്പോൾ ദൈവരാജ്യത്തിൽ കയറുമോ? ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, റോമർക്ക് തുടങ്ങിയതേ ഉള്ളൂ, 7-ാം അധ്യായം വരെ കിടക്കുന്നു. 7-ാം അധ്യായം വരെ ഇത് തന്നെ പൗലോസ്ലീഹ പാപബോധം വരുത്തുവാണ് നമുക്ക്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഈസി ഗോയിങ് സാധനമല്ല ഇത്. എല്ലാ ദിവസവും ആരാധനയ്ക്ക് വരുന്നു, പള്ളിയിൽ പോകുന്നു, തിരിച്ചു പോകുന്നു, ആത്മീയരായെന്നാണ് വിചാരം. ആത്മീയത എന്ന് പറയുന്നത് കർത്താവ് ഉള്ളിൽ വസിക്കണം. നമ്മൾ കർത്താവിൻ്റേതാണ്, കർത്താവ് നമ്മളിലായി നമ്മൾ കർത്താവായിട്ട് മാറുന്നതാണ് ആത്മീയത. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയാകുകയാണ്. കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ നമ്മൾ കർത്താവായിട്ട് മാറുകയാണ്. നിങ്ങൾ എന്നിലും ഞാൻ അവനിലും, അല്ലേ? നമ്മളൊരു സംഗതിയെ നമ്മുടെ ഉള്ളിലാക്കി കഴിയുമ്പോൾ ഏതിനെ നമ്മൾ ഉള്ളിലാക്കിയോ അതാണ് വലുതെങ്കിൽ അതായിട്ട് നമ്മൾ മാറുകയാണ്. മനസ്സിലായില്ല? പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ? പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അതായത് പശു പുല്ല് തിന്നു കഴിഞ്ഞാൽ പിന്നെ പുല്ലില്ല, പശുവേ ഉള്ളൂ. പശുവിലാണ് ആ പുല്ല്. ആ പശുവിനെ മനുഷ്യൻ തിന്നു കഴിഞ്ഞാൽ ആ പശു പിന്നില്ല, മനുഷ്യനേ ഉള്ളൂ. പശു മനുഷ്യനായിട്ട് മാറി, പുല്ല് പശുവായിട്ട് മാറി, പശു മനുഷ്യനായിട്ട് മാറി. മനുഷ്യൻ ആരെ ഭക്ഷിക്കുന്നു? യേശുവിനെ ഭക്ഷിക്കുമ്പോൾ മനുഷ്യൻ യേശുവായിട്ട് മാറുകയാണ്. പക്ഷെ ഇത് സംഭവിക്കുന്നില്ല. അതാണ് പ്രശ്നം.
അത് സംഭവിക്കാത്തതിൻ്റെ കാര്യം ഈ മോഹങ്ങളാണ്. ജഡീക മോഹങ്ങൾ നമ്മളെ അനീതിയിലേക്ക് വഴി നടത്തും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ന്യായീകരിക്കും. നമ്മൾ ചെയ്തത് ഓക്കെയാണ്, അവൻ ചെയ്യുമ്പോൾ തെറ്റാണ്. ഞാൻ പറഞ്ഞെന്താണ്? നമ്മൾ ചെയ്യുമ്പോൾ ഓക്കെയാണ്, അവൻ ചെയ്യുമ്പോൾ തെറ്റാണ്. ഇപ്പോൾ ഇവിടുന്ന് ചായലോട് മെയിൻ ജംഗ്ഷനിൽ നിന്ന് അടൂർ വരെ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നു. അല്ലെങ്കിൽ ബസ്സിൽ കയറി യാത്ര ചെയ്യുവാൻ നമ്മൾ തയ്യാറാകുന്നു. പക്ഷേ കയ്യിൽ പൈസ ഇല്ല. നല്ല തെള്ളുള്ള ബസ്, കണ്ടക്ടർ അറിയണ്ട, ഇവിടുന്ന് അവിടെ വരെയല്ലല്ലോ, കയറിയേക്കാം എന്ന് വിചാരിച്ച് അതേ കയറുന്നു, അടൂർ ചെന്ന് ഇറങ്ങുന്നു. പൈസ കൊടുത്തില്ല. വല്ല ദോഷമുണ്ടോ? അപ്പോൾ പൈസ ഇല്ലാഞ്ഞുകൊണ്ടാണ്, ഉണ്ടായിരുന്നേ കൊടുത്തേനെ. പക്ഷേ അനീതിയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ശാബത്തിനെ ശുദ്ധമായിട്ട് ആചരിക്കുന്ന കൽപ്പനയെപ്പറ്റി പറയുമ്പോൾ അല്ലേ, 58 അധ്യായം യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാര്യാദികളെ നോക്കാതെ നിൻ്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു വിശുദ്ധ ദിവസമെന്നും യഹോവയുടെ ദിവസത്തെ സന്തോഷമെന്നും വിചാരിച്ച് നിൻ്റെ കാര്യാദികൾ നോക്കുകയോ നിൻ്റെ വേലയ്ക്ക് പോവുകയോ വ്യർത്ഥ സംഭാഷണത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ അത് യഹോവയിൽ പ്രമോദിച്ചാൽ അവൻ നിന്നിൽ പ്രമോദിക്കും. എൻ്റെ വിശുദ്ധ ദിവസത്തെ ആദരിച്ചാൽ അവൻ നിന്നിൽ പ്രമോദിക്കും. രാവിലെ വിശുദ്ധ കുർബാന 7 മണിക്ക് തുടങ്ങുന്നു. നമ്മൾ വിചാരിക്കുന്നു, ഓ ഇന്ന് കുറച്ച് താമസിച്ചല്ല. നമ്മളങ്ങ് ന്യായീകരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ ന്യായീകരണം യഥാർത്ഥ സത്യത്തെ മറയ്ക്കുകയാണ്. ശ്രദ്ധിച്ചോണം, നിങ്ങൾക്ക് ഉറക്കം വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഇനി 18-ാം വാക്യം വായിച്ചേ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെ അനീതിക്കും അഭക്തിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വരുന്നു. സത്യം സത്യമായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു സത്യവും പരിശുദ്ധനാണ്, നീതിമാനാണ്, അതുപോലെ തന്നെ സ്നേഹവുമാണ്. അതതിൻ്റെ പൂർണ്ണതയാണ്. കർത്താവിന് അങ്ങനെയൊക്കെ പറയാം, നമുക്ക് എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ സത്യത്തെ ചെറുതാക്കുകയാണ്. നമ്മൾ സത്യത്തെ ചെറുതാക്കുകയാണ്. അത് 21-ാം വാക്യം ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആകും. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവർ ദൈവത്തെ ഓർത്ത്, ദൈവമെന്നോർത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ടും അതിനെ ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യുന്നില്ല. സൂര്യൻ എന്താണെന്നറിയാം, പക്ഷേ ഇവിടെ നിന്ന് ഞാൻ വിളിക്കുകയാണ് സൂര്യനെ. ഇതൊക്കെ നമ്മൾ അതിൻ്റെ കീഴിലല്ലേ നിൽക്കുന്നത്, അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം, അന്നേരം അറിയാം. ഇങ്ങനെയൊരു കാര്യമുണ്ട്. ശരിക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാഭവത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാതെ നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് നമ്മളതിനെ ന്യായീകരിച്ചു പോകുമ്പോൾ സത്യത്തെ നമ്മുടെ അനീതി കൊണ്ട് നമ്മൾ തടുക്കുകയാണ്. ചെറിയ കാര്യങ്ങളിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്, വലിയ വലിയ കാര്യങ്ങളിലല്ല, ചെറിയ ചെറിയ കാര്യങ്ങളിലാണ്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അനീതിക്കും അഭക്തിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ വെളിപ്പെടുന്നു. അടുത്താണ് വായിക്കേണ്ടത്. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയിരിക്കുന്നുവല്ലോ. ഇതെല്ലാം കർത്താവ് ആരാകുന്നു, അവൻ്റെ ദൈവരാജ്യത്തിൻ്റെ നീതി എന്താകുന്നു എന്നെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു, തെളിവായി വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ചെറിയ നിസാര തെറ്റുകൾക്ക് നമുക്ക് ന്യായീകരണമില്ല. കാരണം കൃത്യമായിട്ട് കർത്താവ് കൽപ്പനകൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ന്യായീകരിച്ച് ഒന്നുമില്ല. ഇന്നതാണ് ചെയ്യേണ്ടത്. ദൈവരാജ്യത്തിൻ്റെ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കണോ, ഇതിങ്ങനെ തന്നെ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മളെ കൊണ്ട് അതിന് സാധിക്കുന്നുമില്ല, സാധിക്കത്തുമില്ല.
അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം. അപ്പോൾ നമുക്ക് ദൈവത്തോട് വാദിക്കാനോ പ്രതിവാദിക്കാനോ ഒന്നും സാധ്യമല്ല. എന്നിട്ട് പറയുകയാണ് അവർ. നിങ്ങളവിടെ ഇവിടെ ഈ അധ്യായത്തിൽ ശ്രദ്ധിച്ചോണം, അവർ എന്നാണ് പറയുന്നത്. അതാരെയാണ്? അതാരെയാണെന്നറിയാമോ? ഈ യവനന്മാരെ കുറിച്ച് പറയുന്നതാണ്. അവർ യഹൂദന്മാരോടാണ് ഈ പറയുന്നത്. പൗലോസ് പറയാണ് അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, അവരറിഞ്ഞു ദൈവം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്ന് അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. അടുത്ത വാചകം ശ്രദ്ധിച്ചോണം, വാക്യം ശ്രദ്ധിച്ചോണം. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതായത് കർത്താവിൻ്റെ കൽപ്പന, ദൈവരാജ്യത്തിൻ്റെ കൽപ്പന നമ്മുടെ കൽപ്പന പോലെ അതിനെ നമ്മളൊന്ന് വളച്ചൊടിച്ചിട്ടുണ്ട്. ഇങ്ങനൊക്കെ മതി, കർത്താവിന് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ ഞങ്ങളെക്കൊണ്ട് ഇങ്ങനെയൊക്കെ മതി. നോമ്പിൽ എങ്ങനെയാണ് നോമ്പ് നോക്കേണ്ടത്, ഉപവസിക്കേണ്ടത് എന്ന് സഭ മുഖാന്തരം ഒരു കൽപ്പനയുണ്ട്. നമ്മൾ വിചാരിക്കോ, എനിക്കിപ്പം കർത്താവിനെന്നെ അറിയാം, കർത്താവിനറിയാമല്ലോ, ഇത് എനിക്ക് മാറ്റിവെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് മാത്രം ഞാനൊന്ന് ഭക്ഷിക്കും. അല്ലെങ്കിൽ ഒരു നേരം എങ്കിലും ഉപവസിക്കണം എന്നുള്ള കൽപ്പനയുള്ളപ്പോൾ അത് ഉപവാസമൊന്നും വേണ്ട, നോമ്പൊക്കെ അല്ലാതെ എടുത്തോളാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതാണ് നമ്മൾ കൽപ്പനകളെ നമ്മളുടേതാക്കി മാറ്റുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ആ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവനെ മനുഷ്യൻ, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധിയെ മനുഷ്യൻ താഴ്ത്തിയിട്ട് അവൻ്റെ നിലവാരത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരുവാണ്. എന്നിട്ട് നമ്മൾ അതിനെയാണ് ആരാധിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മൾ ആരാധിക്കുന്ന യേശു യഥാർത്ഥ യേശു അല്ല. നിർത്തുവാണേ. നമ്മൾ ആരാധിക്കുന്ന യേശു അല്ല യഥാർത്ഥ യേശു. നമ്മളൊരു യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ തൃത്വാരാധന നമ്മൾ അർപ്പിക്കുമ്പോൾ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, അവൻ ഇങ്ങനെയാണ്, ക്ഷമയുള്ളവനാണ്, ആണല്ലോ, ക്ഷമയുള്ള ദൈവമാണ്. അപ്പം ഞാൻ ഇത് ചെയ്താൽ ക്ഷമിച്ചോളും. ഈ ഒരു തീരുമാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ ആധ്യാത്മികത. അപ്പം അങ്ങനെ ഒരു യേശുവിനെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ യേശുവിനെ ആരാധിച്ചാൽ ആ ആരാധന, ഞാൻ കട്ടിയായിട്ട് പറയാണ്, വിഗ്രഹാരാധനയാണ്. അതാണ് നമ്മളിപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന യേശു. പലരുടെയും ഉള്ളിൽ, എൻ്റെയും ഉള്ളിലിരിക്കുന്ന യേശു വിഗ്രഹമാണ്. അതല്ല യഥാർത്ഥ യേശു. അവർ ദൈവത്തെ ദൈവമെന്നോർത്ത് അതുപോലെ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ, അവരുടെ നിരൂപണത്തിൽ ഒരു ദൈവത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ദൈവം മനുഷ്യൻ, നാൽക്കാലി, പക്ഷി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അടുത്ത വചനം കൂടെ വായിച്ചിട്ട് നിർത്തിയേക്കാം. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദുരിതം വരുന്നതിൻ്റെ കാരണം മനസ്സിലായോ? നമ്മൾ ഈ കർത്താവിനെ ഇത്രയും നാൾ ആരാധിച്ചിട്ടും ഞാൻ ദൈവത്തെ വിളിച്ചിട്ടും എന്താണിത് എനിക്കിങ്ങനെ ഭവിക്കുന്നത്? വിളിച്ച ദൈവം ഇങ്ങനെ വെച്ചാണ് നിങ്ങൾ വിളിച്ചത്. എൻ്റെ ദൈവം ഇങ്ങനെ ആയിരിക്കണം. നമ്മളങ്ങ് ഫോമാറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദൈവം സൂര്യനെ പോലെ
ദൂരത്ത് നിൽക്കുമ്പോൾ നമ്മൾ അവനേക്കാളിൽ വലിയവനാണെന്ന് തോന്നുവാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയാണ് വലുത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, ക്ഷമ, പരിശുദ്ധി ഇവ അങ്ങനെയെന്നോർത്ത് അതിനോട് താതാത്മ്യപ്പെടാതെ അതിനെ നമ്മുടെ ക്ഷമയിലേക്ക്, നമ്മുടെ രീതിയിലേക്ക് താഴ്ത്തി രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ഇതിങ്ങനെ മതി, എൻ്റെ യേശു ഇങ്ങനെയാണ്, എൻ്റെ യേശു ഇങ്ങനെയാണെന്നേ, താൻ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. മോനെ ഇങ്ങനെയല്ല ആത്മീയത എന്നൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഞാൻ എൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന യേശു ഇങ്ങനെയാണ്. അങ്ങനെയുള്ളവരെ ദൈവം അവമാനത്തിന് ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. നമുക്ക് ഈ ധ്യാനചിന്തകളുമായിട്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു റോമർക്കെഴുതിയ ലേഖനവും മത്തായിയുടെ ലേഖനവും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ അതിനൊരു മാറ്റം വരുത്താണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോയെങ്കിലേ മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾ 2 ആഴ്ച കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ കണക്ഷൻ പോകും. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം ഞാൻ ഓൺലൈൻ വഴിയോ വല്ലതും ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇത് ദാതാവിൽ തന്നെ നേരിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടില്ലെങ്കിൽ അത് പിടികിട്ടാതെ പോകും. ഏതായാലും അത് ദൈവാത്മാവ് നടത്തുന്നതുപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇത്രയും കാര്യം മാത്രം മനസ്സിലാക്കിക്കൊള്ളുക. ചെറിയ കാര്യങ്ങളിലെ സൂക്ഷ്മത വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. വിശുദ്ധി വർദ്ധിക്കും തോറും ചെറിയ പാപങ്ങളെല്ലാം വലുതായിട്ട് നമുക്ക് തോന്നും. ദൈവത്തിൻ്റെ പരിശുദ്ധിയെ നമ്മൾ ഇകഴ്ത്തി കാണരുത്. അവൻ പരിശുദ്ധനാകുന്നു. 2-3 വചനങ്ങൾ വായിച്ച് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. നിങ്ങൾ യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിക്കാമോ? യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം തൊട്ട്. സറാഫുകൾ അവൻ്റെ ചുറ്റും നിന്നുകൊണ്ട് അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഓരോരുത്തൻ പറഞ്ഞുകൊണ്ടിരുന്നു. വെളിപാട് 15:4. വെളിപാട് പുസ്തകം 15-ാം അധ്യായം 4-ാം വാക്യം. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും, നീയല്ലോ ഏക പരിശുദ്ധൻ. യെശയ്യാവ് 43:15 വായിച്ചേ. യെശയ്യാവ് 43-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ ദൈവവും നിങ്ങളുടെ സൃഷ്ടാവും ഇസ്രായേലിൻ്റെ രാജാവുമാകുന്നു. ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ ദൈവം. ഈ പരിശുദ്ധിയിൽ ദൈവത്തിന് യാതൊരു കോംപ്രമൈസും ഇല്ല. ചുരുക്കം പറഞ്ഞാൽ അവൻ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവം അല്ല. അപ്പോൾ ഈ നീതിമാനായ ദൈവത്തെ സമീപിക്കുന്നതിന് ഒരു വ്യക്തിയുടെ പരിശുദ്ധിയുടെ നിലവാരം 100-ൽ എത്രയായിരിക്കണം? ഒന്നുകൂടെ പറയാം. നീതിമാനായ ദൈവത്തെ സമീപിക്കുന്നതിന് ഒരു വ്യക്തിയുടെ, നീതിമാനായ എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് വായിച്ചു പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവത്തെ സമീപിക്കുന്നതിന് ഒരു വ്യക്തിയുടെ പരിശുദ്ധിയുടെ നിലവാരം 100-ൽ 99 പോരാ, 100-ൽ 100 വേണം. പക്ഷേ ഈ ശരീരം കൊണ്ട് അത് നടപ്പില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അതായത് സ്വർഗരാജ്യത്തിൽ കയറുവാൻ 100-ൽ 99 കിട്ടിയിട്ട് കാര്യമില്ല. 100-ൽ 100 വേണം. അത് ഇല്ലെങ്കിൽ 100-ൽ 0 പോലെ കണക്കിടുകയുള്ളൂ. അപ്പോൾ പെട്ടില്ലേ? എല്ലാവരും പെട്ട് കിടക്കുകയാണ്. പെട്ട് കിടന്നോളൂ. ഇതിൽ നിന്നെല്ലാം ഭയങ്കര വിടുതലുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും വ്യാകുലപ്പെടേണ്ട. അതിനാണ് കർത്താവായ യേശു ക്രിസ്തു ഉള്ളത്. ഒന്നുകൊണ്ടും ആരും ഭാരപ്പെടേണ്ട. പക്ഷേ ഈ പാപബോധത്തെപ്പറ്റി നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ സത്യത്തെ തടുക്കുന്ന അവസ്ഥയിലേക്ക് വരും. അങ്ങനെയുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം പിശാചിൻ്റെ ഏജൻസി മുഖേന വന്ന് കയറും. അത് ചെറിയ പാപമാണെങ്കിലും വലിയ പാപമാണെങ്കിലും പാപത്തിൻ്റെ അനന്തരഫലമായ ദുരിതം നമ്മൾ IC യൂണിറ്റിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പോലെ കയറിപ്പോയേ പറ്റത്തുള്ളൂ. അനീതി ചെയ്യാതിരുന്നാൽ, മര്യാദയ്ക്ക് പോയിരുന്നെങ്കിൽ ആക്സിഡൻറ്റ് വരത്തില്ലായിരുന്നു. സ്പീഡെടുത്ത്
തോന്നിവാസത്തിൽ അഹങ്കാരത്തിൽ ഓടിച്ചതുകൊണ്ട് നീ ചെന്ന് പെട്ടതാണ് ആക്സിഡൻറ്റ്, അല്ല ദൈവം വരുത്തിയതൊന്നുമല്ല. അത് ഈ ആക്സിഡൻറ്റ് വരുമ്പോഴും അങ്ങനെ നമ്മൾ പറയാറില്ലേ, ദൈവം വരുത്തിയതാണോ, ദൈവം എന്നോട് എന്തിനാണ് ഇങ്ങനെ വരുത്തിയത്? ദൈവം അങ്ങനെയൊന്നും വരുത്തത്തില്ല. എല്ലാം നമ്മുടെ തോന്നിവാസം കൊണ്ട് പറ്റുന്നതാണ്, എല്ലാം അങ്ങനെ പറ്റുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്രോധം വന്ന് നമ്മൾ പെട്ടുപോകാതിരിക്കത്തവണ്ണം നമ്മളെ പൂർണ്ണമായി ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ പോലും കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, രഹസ്യകാര്യങ്ങളിൽ എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ. പരസ്യകാര്യങ്ങളിലൊക്കെ നമ്മൾ വലിയ മിടുക്കന്മാരും നീതിമാന്മാരുമാണ്. കുപ്പായൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ പുറത്തുകൂടെ നടത്തും. മുറിയിൽ കയറി കഥ അടച്ച് കഴിയുമ്പോൾ നീ കർത്താവിന് കൊള്ളാവുന്നവനാണോ? നിൻ്റെ മുറിയിൽ നിൻ്റെ കൂടെ കർത്താവ് ഇരിക്കുമോ? നിൻ്റെ കട്ടിലിൽ പരിശുദ്ധാത്മാവ് കിടക്കുമോ? നമ്മൾ ചോദിക്കണം. നമ്മുടെ മുറിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് ഉണ്ടാവണം. നമ്മുടെ മുറിയിൽ കയറുന്നവർക്ക് ഒരു വെളിച്ചം തോന്നണം. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കുവാനും നമ്മളോട് ദൈവസ്നേഹത്തെപ്പറ്റി പറയുവാനും ഒക്കെ അവരുടെ താല്പര്യം, ആ ഊർജം നമ്മളിൽ നിന്ന് പ്രവഹിച്ചാൽ നമ്മളുടെ മുറിയിലും നമ്മൾ ചെല്ലുന്നിടത്തും യോശുവയോട് പറഞ്ഞ പോലെ നിൻ്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ആത്മീയ ബോധങ്ങൾ വളരുവാൻ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈ സമയത്ത് നമ്മുടെ ശിരസ്സുകളെ വണക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.